എല്ലാവർക്കും നമസ്കാരം. വിഷയം കഞ്ചാവാണ്. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധത്തിന് അപ്രിയമായ ചില കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്രിയമായ ചില സത്യങ്ങൾ, അപ്രിയമായ ചില വസ്തുതകൾ, അപ്രിയമായ ചില യാഥാർത്ഥ്യങ്ങൾ. അപ്രിയമാണെങ്കിലും ഇത് പറയാനും ഒരു സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് വേണം, ഇല്ലേ? അപ്രിയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രവും വിതുരരും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. മഹാഭാരതത്തിലെ ഉദ്യോഗ പർവത്തിലാണ്. 33-ാം അധ്യായം മുതൽ 40 വരെയുള്ള 8 അധ്യായങ്ങളിലായി വിതുരനീതി എന്ന പേരിൽ അതിൻ്റെ ഒരു കഥാസന്ദർഭം ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം. ധൃതരാഷ്ട്ര സഞ്ജയനെ പാണ്ഡവരുടെ അടുത്തേക്ക് ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു വിടുന്നു. ആ മിഷൻ ഫെയിലാകുമ്പോൾ വളരെയധികം സംഘർഷത്തിലാകുന്ന ധൃതരാഷ്ട്ര ഒരാശ്വാസത്തിന് വേണ്ടി, ഒരു മനഃശാന്തിക്ക് വേണ്ടിയാണ് വിതുരരെ വിളിക്കുന്നത്. അപ്പോൾ ഈ വിതുരരും ധൃതരാഷ്ട്രം തമ്മിലുള്ള ഈ സംഭാഷണമാണ് വിതുരനീതി. അതിൻ്റെ തുടക്കത്തിൽ വിതുരർ പറയുന്ന ഒരു സംഗതിയുണ്ട്. സുലഭ പുരുഷാരാജൻ സതതം പ്രിയവാദിന അപ്രിയസ്യ തു പദസ്യ വക്ത ശ്രോത ച ദുർലഭ. സുലഭ പുരുഷാരാജൻ സതതം പ്രിയവാദിന. പ്രിയമുള്ള കാര്യങ്ങൾ പറയാൻ സമൂഹത്തിൽ ആളുകൾ സുലഭമായുണ്ട്. അപ്രിയസ്യ തു പദസ്യ. അപ്രിയമായതും പദ്യമായതും വക്ത ശ്രോത. പറയാൻ മാത്രമല്ല കേൾക്കാനും ആളുകൾ ദുർലഭമാണ്. കാരണം രാഷ്ട്രീയക്കാർ സമൂഹത്തിന് അപ്രിയമായത് പറയില്ല. അവര് എന്നും സമൂഹത്തെ സന്തോഷിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയൂ. കാരണം ജനങ്ങളുടെ വോട്ട് അവർക്ക് വേണം. അതുകൊണ്ടാണ് ഓരോ വിഷയങ്ങളിലും പലപ്പോഴും അവർ നിലപാട് പോലും മാറ്റുന്നത് സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ച്. മതനേതാക്കൾ പറയില്ല, അവർക്കും വിശ്വാസികളെ സംതൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട്. സാംസ്കാരിക നായകർ ഒട്ടും പറയില്ല, കാരണം അവർക്ക് സ്വീകരണങ്ങൾ വേണം, അവാർഡുകൾ വേണം, എല്ലാവരെയും സൂചിപ്പിക്കണം. ഇവിടെ വസ്തുതകൾ പറയാൻ, യാഥാർത്ഥ്യങ്ങൾ പറയാൻ നമ്മൾ സ്വതന്ത്ര ചിന്തകർക്കേ സാധിക്കൂ. കാരണം നമുക്ക് ആരെയും സംതൃപ്തിപ്പെടുത്തേണ്ട ബാധ്യതയില്ല. നമുക്കാകെ ബാധ്യതയുള്ളത് പറയുന്നത് ഫാക്റ്റ് ആയിരിക്കണം, പറയുന്നത് എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. ഇന്ന് ഇത്തിരി അപ്രിയമായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ. ലഹരി, അതാണ് വിഷയം. വേടൻ്റെ കഞ്ചാവും കെന്നഡിയുടെ കൊക്കൈനും. കഞ്ചാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മയക്കുമരുന്നിനെ പ്രൊമോട്ട് ചെയ്യാനോ ഗ്ലോറിഫൈ ചെയ്യാനോ ഉദ്ദേശിച്ചുള്ളതല്ല ഈ പ്രസന്റേഷൻ. കഞ്ചാവ് അടക്കമുള്ള എല്ലാ മയക്കുമരുന്നുകളോടും ഉള്ള എൻ്റെ നിലപാട്, എല്ലാ ലഹരികളും അതിൻ്റെ ഉപഭോക്താക്കൾക്ക് നൈമിഷികമായ ചില ആനന്ദാനുഭൂതികൾ നൽകുമെങ്കിലും ആത്യന്തികമായി നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തെയും തന്നെ നശിപ്പിക്കുകയേ ഉള്ളൂ എന്ന് തന്നെയാണ്. ഇത് ഞാൻ ആദ്യമായി പറയുന്നു. ഇനിയും ഈ പ്രഭാഷണത്തിലുടനീളം ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒന്നുമല്ല, പക്ഷേ നമ്മൾ സമൂഹത്തിൽ ഇന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അതായത് കഞ്ചാവാണ് ഏറ്റവും അപകടകാരി ഈവൻ മദ്യത്തേക്കാൾ എന്ന്. അല്ല, അതല്ല ശാസ്ത്രം പറയുന്നത്, അതല്ല എല്ലാ പഠനങ്ങളും പറയുന്നത്. അത് പക്ഷെ കേൾക്കാൻ നമുക്ക് അപ്രിയമായേക്കാം. അപ്പോൾ അതിൻ്റെ പിറകിലെ സയൻസാണ് ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ മയക്കുമരുന്നിൻ്റെ ഉപഭോഗം അമിതമായി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ ദിവസവും കാണുന്ന വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ന്യൂസാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗം 30% വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഈ അടുത്ത കാലത്തായി
നമ്മുടെ മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്ന കേരളത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് വാർത്തകൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നാർക്കോട്ടിക് സ്പെഷ്യൽ ഡ്രൈവ്, ഇതുവരെ 1103 കേസുകൾ, 1127 പ്രതികൾ പ്രതിയിൽ. അടുത്തത് മലപ്പുറത്ത് നിന്നുള്ളൊരു കണക്കാണ്. 700-ലധികം അറസ്റ്റ്, 1344 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചു. അടുത്തത് കണ്ണൂരിൽ നിന്നുള്ള ഒരു ന്യൂസാണ്. ബ്രൗൺ ഷുഗറുമായി യുവാക്കൾ പിടിയിൽ, 276 പാക്കറ്റുകൾ പിടിച്ചു. പിന്നീട് വയനാട്ടിൽ നിന്നുള്ള ഒരു ന്യൂസാണ്. 354 കേസുകൾ, അറസ്റ്റിലായത് 56 പേര്. തീരുന്നില്ല. അടുത്തത് പിടിച്ചത് 40 കോടിയുടെ ലഹരി മരുന്ന്, സ്പോട്ടിൽ പോലീസിന് 20 ലക്ഷം കൈക്കൂലി വാഗ്ദാനം. അടുത്തത് കഴിഞ്ഞ ഡിസംബറിലെയാണ്. ന്യൂ ഇയർ പൊടി പൊടിക്കാൻ MDMA-യും ചരസും, 6 കോടിയുടെ ലഹരി വേട്ട, 8 പേർ അറസ്റ്റിൽ. അടുത്ത ന്യൂസ് 1500 കോടിയുടെ ഹെറോയിൻ വേട്ട, ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അടുത്തത് ചാക്കിൽ കടത്താൻ ശ്രമിച്ച 130 കിലോ ഹെറോയിൻ പിടിച്ചു. ഇതുവരെ പിടിച്ചത് 1320 കോടിയുടെ ഹെറോയിൻ. തീരുന്നില്ല. ഇനിയും സമൂഹത്തിലെ ഉന്നത നിലയിലൊക്കെയുള്ള ആളുകൾ NDMA അടക്കം മാരക മയക്കുമരുന്നുകളുമായി തൃശ്ശൂരിൽ ഡോക്ടർ പിടിയിൽ. അടുത്തത് വീടിൻ്റെ മട്ടുപ്പാവിൽ കഞ്ചാവ് ചെടി, AG ഓഫീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. ഇത് തിരുവനന്തപുരത്ത് അക്കൗണ്ട് ജനറൽ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൻ്റെ മട്ടുപ്പാവിൽ കഞ്ചാവ് ചെടി വളർത്തിയതിൻ്റെ ന്യൂസാണ്. അടുത്തത് വീണ്ടും ഒരു ഗുളിക കഴിച്ചാൽ ദിവസം മുഴുവൻ ലഹരി ഗുളികകളുമായി BBA വിദ്യാർത്ഥി പിടിയിൽ. അങ്ങനെയുള്ള, ഞാൻ എല്ലാ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അടുത്തത് പെൺകുട്ടിയെ കാറിൽ നിന്നും പീഡിപ്പിച്ച MDMA ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. അതിൽ ഞാൻ ഇനി സമയം പോകുന്നത് കൊണ്ട് ഞാൻ എല്ലാ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പക്ഷേ എങ്കിലും ആ 4-മത്തെ ഒന്ന് നോക്കിക്കോളൂ. MDMA 2 കോണ്ടങ്ങളിലായി നിറച്ച് മലദ്വാരത്തിൽ ഒളിപ്പിച്ചു, കൊല്ലത്ത് യുവാവ് പിടിയിൽ. ഈ വാർത്ത കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എങ്ങനെയാടേ അവിടെയൊക്കെ വെച്ച ഈ സാധനം ആളുകൾ മൂക്കിൽ വലിച്ചു കയറ്റുന്നതെന്ന്. പക്ഷേ നമ്മുടെ പോലീസും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമൊക്കെ എത്രയൊക്കെ ശ്രമിച്ചാലും മലയാളിക്ക് ഈ മലദ്വാരമൊക്കെ ഉള്ളിടത്തോളം കാലം മയക്കുമരുന്ന് കേരളത്തിൽ എത്തും കേട്ടോ. പ്രൊഹിബിഷനോ ഇങ്ങനെയുള്ള കുറച്ച് അറസ്റ്റോ കുറച്ച് പേരെ പിടിക്കുന്നതോ അല്ല ഈ പ്രശ്നത്തെ നേരിടാൻ ഉള്ള ഒരു ഉപാധി. ലോകത്തൊരിടത്തും ലിക്കറും മയക്കുമരുന്നും പ്രൊഹിബിറ്റ് ചെയ്ത് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കാൻ, ഇവിടെ അമേരിക്കയിൽ പോലും നമുക്കറിയാം 1920 മുതൽ 33 വരെ 13 വർഷം മദ്യം നിരോധിച്ച രാജ്യമായിരുന്നു. അതും നമ്മുടെ നാട്ടിലെ പോലെ പാർലമെന്റിൽ ഒരു നിയമം ഉണ്ടാക്കിയല്ല, ഇവിടുത്തെ ഭരണഘടന തിരുത്തിയായിരുന്നു 1920 മദ്യം നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഉണ്ടാക്കുന്നത്. 1933 ഇവർക്ക് വീണ്ടും ആ ഭരണഘടന തിരുത്തേണ്ടി വന്നു. നിയമസഭയിലോ പാർലമെന്റിലോ ഉണ്ടാക്കിയ ഒരു നിയമമായിരുന്നില്ല. അതുകൊണ്ട് ഭരണഘടന തന്നെ 33 വീണ്ടും തിരുത്തേണ്ടി വന്നു ഈ മദ്യത്തിൻ്റെ പ്രൊവിഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി. കാരണം ഇത്രമാത്രം ശക്തമായ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ഉള്ള ഈ രാജ്യത്ത് പോലും വിജയിക്കാതെ പോയ ഒരു സംഭവമായിരുന്നു മദ്യനിരോധനം. അതുകൊണ്ട് മദ്യമാണെങ്കിലും മറ്റ് മയക്കുമരുന്നുകളാണെങ്കിലും കുറേ അറസ്റ്റുകൾ നടത്തിയതുകൊണ്ടോ നിരോധിച്ചതുകൊണ്ടോ ലോകത്തിലെ ഒരു സമൂഹത്തിലും ഇതില്ലാതാക്കാൻ കഴിയില്ല. അതിലുപരിയായുള്ള ശാസ്ത്രീയമായ കൂടുതൽ പ്രായോഗികമായ സമീപനങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് കൂടി പറയാനായിട്ടാണ് ഇന്ന് ഈ വിഷയം ഇവിടെ ചെയ്യുന്നത്. 1-2 ന്യൂസുകളും കൂടെ. നമ്മുടെ കുറേ സെലിബ്രിറ്റികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്, മുക്തി നേടാൻ സഹായം വേണം. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ ലഹരിക്കടിമ, ഹൈബ്രിഡ് കഞ്ചാവുമായി സംവിധായകർ അറസ്റ്റിൽ, മറ്റേ ഖാലിദ് റഹ്മാനും ആ സംവിധായകർ. പിന്നെ ഞാൻ എൻ്റെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന വേടൻ, 5 ഗ്രാം കഞ്ചാവ് വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ച വാർത്തയാണ്. ഇനിയും ഇടതുവശത്ത് കാണുന്നത് കേരളത്തിൽ വിവിധ മയക്കുമരുന്നുകൾ 2 വർഷങ്ങളിലായി പിടിച്ചതിൻ്റെയാണ്. 2021-ലും 2022-ലും. വലതുവശത്ത് ഇന്ത്യയിലെ മൊത്തം ആയിട്ടുള്ളൊരു കണക്കാണ്. അവിടെയും കഞ്ചാവ് 2021 5632 കിലോഗ്രാം കഞ്ചാവാണ് കേട്ടോ, ഗ്രാം അല്ല. അതേപോലെ അതിൻ്റെ ഓരോ കണക്കും LSD, MDMA, ഓപ്പിയം, മാജിക് മഷ്റൂം 2020 ഉണ്ടായിരുന്നില്ല, 1 കിലോ പോലും പിടിച്ചിരുന്നല്ല. പക്ഷേ 2022 ആയപ്പോഴേക്കും 1468 കിലോ പിടിച്ചതിൻ്റെ കണക്കാണ്. ഇപ്പുറത്ത് കാണുന്നത് ഇന്ത്യയിൽ മൊത്തം 2019-ലും 2020-ലും പിടിച്ച ഹെറോയിൻ്റെയും കഞ്ചാവിൻ്റെയും കണക്കാണ്. അത് ആ മോളിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
2019 ഹെറോയിന് 3231 കിലോയാണ് പിടിച്ചത്. 2020 ആയപ്പം 3838. ഇനി ആ കഞ്ചാവിൻ്റെ കണക്കുകളും നോക്കൂ. 2019 3,42,045 കിലോഗ്രാം, ഗ്രാം അല്ല കിലോഗ്രാം കഞ്ചാവാണ് ഇന്ത്യയിൽ മൊത്തം പിടിച്ചത്. അത് തന്നെ 2020 ആയപ്പോൾ 5,81,644 കിലോ ആയി. 100 കിലോ കഞ്ചാവല്ല, 1000 കിലോ കഞ്ചാവല്ല, 10,000 കിലോ കഞ്ചാവല്ല, 1,00,000 കിലോ കഞ്ചാവല്ല, 5,81,644 കിലോ കഞ്ചാവാണ് 2020 ഇന്ത്യയിൽ മൊത്തം പിടിച്ചത്. ഇത് ഇന്ത്യയിൽ വരുന്നതിൻ്റെ, ഉപഭോഗം ചെയ്യപ്പെടുന്നതിൻ്റെ 10% പോലുമല്ല എന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനിയും യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം പറഞ്ഞിരിക്കുന്ന കണക്കുകൾ 2000 അവർ നടത്തിയ ഒരു പഠനത്തിൽ പ്രിവലൻസ് ഓഫ് യൂസേജ് ഓഫ് കാനബീസ് കഞ്ചാവ് ഇൻ ഇന്ത്യ ഈസ് 3.2%. 2019 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നടത്തിയ ഒരു പഠനത്തിൽ 7.2 മില്യൺ ഇന്ത്യൻസ് ആണ് ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഇതെല്ലാം ഗവൺമെൻറ് ഏജൻസികൾ നടത്തിയ പഠനത്തിൻ്റെ കണക്കുകളാണ്. അവരുടെ പഠനത്തിൽ 31 മില്യൺ ആളുകളാണ്, 2.83% ആണ്. ഇനിയും 2018 ഒരു ജർമ്മൻ ഡേറ്റ ഫേം നടത്തിയ പഠനത്തിൽ ന്യൂഡൽഹി ആൻഡ് മുംബൈ വേർ ദ 3rd and 6th largest cannabis consuming cities in the world. അവിടെ ന്യൂഡൽഹിയിൽ 38.2 ടൺ മയക്കുമരുന്നുകളാണ് ഉപയോഗിക്കപ്പെടുന്നത്. മുംബൈയിൽ 32.4. അതായത് ലോകത്തിലെ അതിൻ്റെ കൂടി ഒരു ദ സിറ്റീസ് വിത്ത് ഹയസ്റ്റ് കൺസപ്ഷൻ ഓഫ് കാനബീസ്. നോക്കൂ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന നഗരങ്ങളിലെ ഉപയോഗിക്കുന്നതിൻ്റെ കണക്കാണ്, അതിൻ്റെ ഓർഡറാണ്. 1ാം സ്ഥാനത്ത് ന്യൂയോർക്ക് തന്നെയാണ്, 2 കറാച്ചിയാണ്, 3ാം സ്ഥാനത്ത് കഞ്ചാവ് നിരോധിച്ചിരിക്കുന്ന ന്യൂഡൽഹിയാണ്, ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ്. 38.26. ആ നമ്പർ നമ്മൾ നേരത്തെ കണ്ടു. ഇനിയും നോക്കൂ, 3ാം സ്ഥാനത്ത് ന്യൂഡൽഹി കഴിഞ്ഞാൽ 4 ലോസ് ആഞ്ചലസ് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്, കെയ്റോയാണ്, 6ാം സ്ഥാനത്താണ് മുംബൈ ഉള്ളത്. ഇതിലെ രസകരമായ ഒരു കാര്യം, നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഷിക്കാഗോ നഗരം, ഇല്ലിനോയ്സ്, ഈ ഷിക്കാഗോ നഗരത്തിൽ കഞ്ചാവ് ലീഗലാണ്. കഞ്ചാവ് ലീഗലായിട്ടുള്ള ഈ ഷിക്കാഗോ നഗരം ഈ കഞ്ചാവ് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സിറ്റികളിൽ 8ാം സ്ഥാനത്താണ്. 8ാം സ്ഥാനത്താണ് ഷിക്കാഗോ. അതിനു മുകളിലാണ് മുംബൈയും ഡൽഹിയും. ലോകത്തിലെ 3ാം നമ്പറിലാണ് കഞ്ചാവ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ന്യൂഡൽഹി ഉള്ളത്. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ആ ചിത്രം ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു കഞ്ചാവ് കടയാണ്, ഭാങ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചിത്രമാണ്. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് അവിടെ വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ഗവൺമെൻറ് ഓതറൈസ്ഡ് ഭാങ് ഷോ. കഞ്ചാവ് കട നടത്താം. ഈ ഭാങ് എന്ന് പറയുന്നത് കഞ്ചാവ് പാലിൽ കലക്കിയ, നമുക്കറിയാം ശിവരാത്രിക്കും ഒക്കെ ഉത്തരേന്ത്യക്കാരുടെ എല്ലാ ആഘോഷങ്ങളിലും, ശിവരാത്രി ആണെങ്കിലും കുംഭമേളയാണെങ്കിലും. ഈ 2ാമത്തെ ചിത്രം ആസാമിലെ ഖാമക്കിയ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നുള്ളതാണ്. അവിടെ കഞ്ചാവ് വഴിയരികിൽ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീ വിൽക്കുന്ന ഒരു ചിത്രമാണ്. ഒരു കണക്കിന് ഇങ്ങനെ ആളുകൾ വഴിയരികിൽ ഇരുന്ന് കഞ്ചാവ് വിൽക്കുന്നത് കാണാം. ഇനിയും നമ്മുടെ തലസ്ഥാന നഗരിയായ ന്യൂഡൽഹിയിൽ നിന്നുള്ള ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം. ഞാനിപ്പോ നിൽക്കുന്ന നമ്മുടെ ചാന്ദിനി ചോക്ക് മാർക്കറ്റിലാണ് കേട്ടോ, ഡൽഹിയില്. ഇവിടെ മോർണിംഗ് ഞാൻ കണ്ട കാഴ്ച കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെ കൂട്ടിയിട്ട് വിൽക്കുന്നത് മുഴുവൻ കഞ്ചാവാണ്. ഓക്കെ, ഇതുണ്ട്, ഇത് അത് ഈ അപ്പച്ചന്റെ ഇരിക്കുന്നത് ഇവിടെ തൊട്ട് അങ്ങോട്ട് തന്റെ ഈ ചേട്ടന്റെ കയ്യിലിരിക്കുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ശിവന്റെ ഒരു യാത്ര, അതായത് ശിവ ടാക്ക് കവാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇപ്പൊ ഒരു പൂജ നടക്കുന്നുണ്ട്. അതിനുപയോഗിക്കാനായിട്ടുള്ള കഞ്ചാവാണ് കേട്ടോ. അതായത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില് കഞ്ചാവ് ലീഗലായിട്ട് സ്മോക്ക് ചെയ്യാനായിട്ട് പാടില്ല, അത് ഇല്ലീഗലാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ കഞ്ചാവ് അരച്ച് അത് ഉരുളയാക്കിയിട്ട് നമുക്ക് പാലിന് ചേർത്ത് കുടിക്കാം, അത് ലീഗലാണ്. ഓക്കെ, അതിനെ ബാങ്ക് എന്ന് പറയും. അപ്പൊ ആ ബാങ്ക് ഉണ്ടാക്കാനായിട്ടുള്ള കഞ്ചാവാണ് കേട്ടോ ഇത്. ഇപ്പം ആ പൂജയും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും. ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വേണം, ഇതിന് നേരെ നമ്മൾക്ക് കണ്ണടച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നവുമില്ല എന്ന ധാരണയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതിൽ
അർത്ഥമില്ല എന്ന് പറയാനായിട്ടാണ്. ഇനിയും ഇതാണ് ഇന്ത്യയുടെ അവസ്ഥയെങ്കിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലേക്ക് നമുക്ക് ഇവിടെ അമേരിക്കയിലേക്ക് നമുക്ക് ഒന്ന് വരാം. നമുക്കറിയാം അമേരിക്കയിൽ ഏതാണ്ട് 40ഓളം സംസ്ഥാനങ്ങളിൽ കഞ്ചാവ് ലീഗലൈസ്ഡ് ആണ്. അതിൽ തന്നെ 24 സംസ്ഥാനങ്ങളിൽ റിക്രിയേഷണൽ മർവാന ലീഗലൈസ്ഡ് ആണ്. മറ്റ് സ്റ്റേറ്റുകളിൽ മെഡിക്കൽ മർവാന ലീഗലൈസ്ഡ് ആണ്. ആകെ 4 സ്റ്റേറ്റിലാണ് മെഡിക്കൽ മർവാനയും, ഞാൻ ഈ മർവാന എന്ന് പറയുന്നത് അമേരിക്കയിൽ കഞ്ചാവിന് മർവാന എന്നാണ് പറയുന്നത്. ഈ 3 വാക്കുകൾ ഞാൻ മാറി മാറി ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ കഞ്ചാവ് മർവാനയാണ്, കാനബീസ് എന്നാണ് കഞ്ചാവിന്റെ പൊതുനാമം, നാട്ടിൽ നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുമ്പോഴാണ് മർവാന. നമുക്കറിയാം ഇവിടെ 40 സ്റ്റേറ്റുകളിൽ 24 സ്റ്റേറ്റിൽ റിക്രിയേഷണൽ മർവാന തന്നെ അനുവദിച്ചിട്ടുണ്ട്. ബാക്കി ഉള്ള സ്റ്റേറ്റുകളിൽ മെഡിക്കൽ മർവാന ലീഗലൈസ്ഡ് ആണ്. 4 സ്റ്റേറ്റ്, സൗത്ത് കരോളിന അടക്കമുള്ള 4 സ്റ്റേറ്റുകളിലാണ് രണ്ടും മെഡിക്കൽ മർവാനയും റിക്രിയേഷണൽ മർവാനയും ഇല്ലീഗൽ ആയിട്ടുള്ളത്. പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ ഇത് ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു വ്യത്യാസം, ലീഗലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഞ്ചാവ് വാങ്ങാം, വിൽക്കാം, ഉപയോഗിക്കാം, കഞ്ചാവ് കടകൾ ഉണ്ടാകാം, നടത്താം, എല്ലാം ചെയ്യാം. ഡീക്രിമിനലൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല കടകളൊന്നും നടത്താനായിട്ട്. പക്ഷേ നിങ്ങൾ കഞ്ചാവുമായി പിടിക്കപ്പെട്ടാലും നിങ്ങൾക്ക് ജയിൽ ശിക്ഷ ഉണ്ടാവുന്ന സാഹചര്യമില്ല, മറിച്ച് നിങ്ങളെ റീഹാബിലിറ്റേഷന് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. ആ സാഹചര്യമാണ്. അപ്പോൾ ഇതാണ് അമേരിക്കയിൽ ഇന്നുള്ള അവസ്ഥ. ഏതാണ്ട് 40ഓളം സ്റ്റേറ്റുകളിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഞ്ചാവ് ലീഗലാണ്. ഇനിയും എൻ്റെ സ്റ്റേറ്റിലെ കാര്യം പറയാം. ഞാൻ മിഷിഗൺ സ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. മിഷിഗണിൽ 2018 അവിടുത്തെ ഇലക്ഷൻ ബാലറ്റില് ഈ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണോ എന്ന പ്രപ്പോസൽ വരികയാണ്. നമുക്കറിയാം ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ കൂടി പാർലമെന്റ് ഇലക്ഷൻ വന്ന ഒരു MPയെ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ ആണെങ്കിൽ ഒരു MLA, അല്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷൻ പഞ്ചായത്ത് മെമ്പർ. പക്ഷെ ഇവിടുത്തെ ഒരു ബാലറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു 100 പേർക്ക് നമ്മൾ വോട്ട് ചെയ്യണം, അല്ലെ? ഗവർണർ ഉണ്ടാകും, സെനറ്റ് മെമ്പർ ഉണ്ടാകും, കോൺഗ്രസ് മെമ്പർ ഉണ്ടാകും, ഇവിടുത്തെ എഡ്യൂക്കേഷൻ ബോർഡിലേക്കുള്ള മെമ്പേഴ്സ് വരെ, പിന്നെ ഇവിടുത്തെ ജഡ്ജിമാരെ, പിന്നെ സർക്യൂട്ട് കോർട്ടിലെ ജഡ്ജിമാരെ, കൗണ്ടി കോർട്ടിലെ ജഡ്ജിമാരെ, ഇവരെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഈവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും, ഷെരീഫിനെ വരെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ജനാധിപത്യത്തിന്റെ നമ്മൾ അറിയാത്ത ഏറ്റവും ഉന്നതമായ ഒരു സ്ഥിതി വിശേഷമാണ് നമുക്കിവിടെ ഉള്ളത്, നമുക്കറിയാം. അപ്പോൾ അതിന് പുറമെയാണ് ഈ പ്രപ്പോസൽസ് ഉണ്ടാവുക. ഇപ്പൊ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അബോർഷൻ റൈറ്റിന് വേണ്ടി പല സ്റ്റേറ്റുകളിലും പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ജനങ്ങളാണ് തീരുമാനിക്കുന്ന അബോർഷൻ റൈറ്റ് നമുക്ക് വേണോ വേണ്ടയോ എന്ന്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, കൂടുതൽ വോട്ട് കിട്ടുന്നെങ്കിൽ അബോർഷൻ ലീഗലാക്കുന്നു, ഇല്ലെങ്കിൽ ഇല്ലീഗലാക്കുന്നു. ഇതേപോലെ 2018 മിഷിഗൺ സ്റ്റേറ്റിലെ ബാലറ്റ് പേപ്പറിൽ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണോ ഇല്ലീഗലാക്കണോ എന്ന ബാലറ്റ് പേപ്പറിൽ പ്രപ്പോസൽ വരികയാണ്. അപ്പൊ അത് അന്ന് വലിയ അഡ്വർടൈസ്മെന്റുകൾ കഞ്ചാവിനെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ഫ്രീ മർവാന രജിസ്റ്റർ ടു വോട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ ധാരണ, കഞ്ചാവ് ഇപ്പൊ 50%-ലധികം വോട്ട് കിട്ടണം ഈ കഞ്ചാവ് ലീഗലൈസ്ഡ് ചെയ്യണമെങ്കിൽ. അത്രയൊന്നും ജനങ്ങൾ ഇതിന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല, നടക്കില്ല, ഇത് പാസ്സാകാനൊന്നും പോകുന്നില്ല എന്നായിരുന്നു. പക്ഷേ ഞാൻ ജോലിയിൽ യാദൃശ്ചികമായിട്ട് എൻ്റെ കൊളീഗുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കൊളീഗ് വെള്ളക്കാരിയാണ്. അവര് പറഞ്ഞു, ഇത് പാസ്സാകും, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു പാസ്. എങ്ങനെ വന്നാലും ഒരു 70% എങ്കിലും വോട്ട് കിട്ടി തന്നെ പാസ്സാകുമെന്ന്. എനിക്കത് വളരെ അതിശയമായിട്ടാണ് തോന്നിയത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, വിൽ യു വോട്ട് ഇൻ ഫേവർ ഓഫ് ഇറ്റ്? അവർ പറഞ്ഞു, ഷുവർ, വൈ നോട്ട്. അപ്പൊ എനിക്കറിയാം അവർ കഞ്ചാവ് ഉപയോഗിക്കുന്ന, അവർ പറഞ്ഞിട്ടുണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളല്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആള് അല്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞത്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കില്ല, ബട്ട് ദ ഗവൺമെന്റ്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് the others who want to use it, they should be restricted, and government should have no right to restrict the people who want to use it. ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരിക്കണം, എനിക്ക് വേണ്ട. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ പണിയിൽ, ഗവൺമെന്റ് ചെയ്യേണ്ടത് രാജ്യരക്ഷയും പിന്നെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളും അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഇതൊക്കെയാണ്. ഈ എന്ത് ഭക്ഷിക്കണം, എന്ത് കുടിക്കണം, എന്ത് കുടിക്കരുത്, ഇതൊന്നും തീരുമാനിക്കലല്ല ഗവൺമെന്റിന്റെ ജോലി. അത് വേണ്ടവർക്ക് ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അന്നാണ് ഞാൻ നമുക്കറിയാം ഇവിടുത്തെ ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിൽ പറഞ്ഞിരിക്കുന്ന 3 വാക്കുകളുണ്ടല്ലോ, ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അതിൽ ആ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റിനൊക്കെ അമേരിക്കൻ ജനത എത്രമാത്രം ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം അവരുടെ ജീവിതം തന്നെ
പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് ആണ്. അതിന് വിഘാതം ഉണ്ടാകുന്ന ഒരു കാര്യം തീരുമാനിക്കാൻ ഒരു ഗവൺമെന്റിന് റൈറ്റ് ഇല്ല, ഗവൺമെന്റിന്റെ പണിയും അതല്ല എന്നൊരു കോൺസെപ്റ്റ് ആണ് കഞ്ചാവ് ഉപയോഗിക്കാത്ത അവർ പോലും അതിന് ഞാൻ ഇൻ ഫേവർ ആയിട്ട് വോട്ട് ചെയ്യും എന്ന് പറയാനായിട്ട് കാരണമായത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ചെറിയ ആശങ്കയുണ്ടായി. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല്, അന്ന് എൻ്റെ മോളന്ന് ഹൈസ്കൂളിൽ പഠിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ധാരണയുണ്ട്, ഈ സാധനം ലീഗലൈസ്ഡ് ആയി നാട്ടിൽ മുഴുവൻ കഞ്ചാവ് കടയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് മക്കൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ താല്പര്യം തോന്നിയെന്ന് വരും. 1-2 പ്രാവശ്യം ട്രൈ ചെയ്താൽ ഇതിന് അഡിക്റ്റ്. കാരണം അന്ന് എൻ്റെ ധാരണ, കഞ്ചാവിനെ കുറിച്ചുള്ള ധാരണ, നമ്മുടെ ഇന്ത്യയിലൊക്കെ ആളുകൾ കരുതിയിരിക്കുന്നത് പോലെ ഇത് മാരകമായ മയക്കുമരുന്നുകളാണ്, മറ്റ് ഹെറോയിനും കൊക്കൈനും ഒക്കെ പോലെയുള്ള ഒരു മാരകമായ മയക്കുമരുന്നാണ് എന്നൊരു ധാരണയിലാണ്. അപ്പൊ ഇത് അഡിക്റ്റ് ആയി പോകും, മക്കളുടെ പഠിത്തമൊക്കെ ഉഴപ്പിപ്പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ആശങ്കയോടുകൂടി ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഉണർന്നു. ഞാൻ പരമാവധി ആളുകളെ ആദ്യം മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് തുടങ്ങി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, ഇമെയിൽ ചെയ്യുന്നു, ഒരു ടെംപ്ലേറ്റ് മെസ്സേജ് ഒക്കെ ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ തെലുങ്കു കമ്മ്യൂണിറ്റിയെ കോണ്ടാക്ട് ചെയ്യുന്നു, അവരുടെ അസോസിയേഷൻ പ്രസിഡന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, അതേപോലെ തമിഴ് കമ്മ്യൂണിറ്റി അവരുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് സെക്രട്ടറിനെ ഒക്കെ നേരിട്ട് പോയി ഞാൻ കണ്ട് സംസാരിക്കുന്നു, കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ബാലറ്റ് പേപ്പറിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഉണ്ട് എന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഒരു 90% ആളുകൾക്കും അറിയത്തില്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ടും ഏഷ്യാനെറ്റും മാതൃഭൂമിയുടെ കൂടെ പേര് പറഞ്ഞേക്കാം, അഭിലാഷ് ഇവിടെ ഉണ്ടല്ലോ, മാതൃഭൂമിയൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് കാണും. ആളുകൾക്ക് കൃത്യമായിട്ട് നിലമ്പൂർ ഇലക്ഷന് ആര്യാടൻ ഷൗക്കത്തിന് എത്ര വോട്ട് കിട്ടി, മറ്റേ PV അൻവറിന് എത്ര വോട്ട് കിട്ടി എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ ഇലക്ഷന്, ഇവിടെ അമേരിക്കയിൽ നടക്കുന്ന ഇലക്ഷൻ ഇത്ര ഡീറ്റെയിൽ പൊതുവെ ഞാൻ കുറ്റമായിട്ട് പരിഹസിക്കാൻ പറയുന്നതല്ല, അത്ര ഫോളോ ചെയ്യുന്നവരല്ല ഇവിടെ ഉള്ളവര്. നമ്മൾ ഇതിൽ കൂടുതൽ ഒരു പക്ഷേ നമുക്കൊരു അഫിനിറ്റി കൂടുതൽ അവിടെ ആയതുകൊണ്ടാവാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത്, ഇത് ആളുകളെ ഇത് അറിയിക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് പലരും ഇവിടെ 20 വർഷമായിട്ട് സിറ്റിസൺ ആയിരുന്നവർ പോലും ഇലക്ഷന് വോട്ട് ചെയ്യാൻ രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ലായിരുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് എന്ന് അറിയിക്കുക, ഇലക്ഷന് രജിസ്റ്റർ ചെയ്യാത്തവരെ വോട്ട് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യിപ്പിക്കുക, അതിനുള്ള ലിങ്ക് അയച്ചു കൊടുക്കുക, വോട്ട് ചെയ്യേണ്ട അവരുടെ പ്രസിംഗ് എവിടെയാണെന്നൊക്കെ അവരെ അറിയിക്കുക. ഞാൻ ഒരു 2 മാസത്തോളം ഇതൊരു വലിയ ചലഞ്ചായി ഏറ്റെടുത്തു. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന 1000 പേരെയെങ്കിലും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, തമിഴ്, തെലുങ്ക്, മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിനെതിരെ വോട്ട് ചെയ്യിപ്പിക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ ഇലക്ഷന്റെ ദിവസമായി റിസൾട്ട് വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് 2018 ഇലക്ഷൻ മിഡ് ടൈം ഇലക്ഷൻ ആണ്, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ല. അപ്പം ഞങ്ങളുടെ സ്റ്റേറ്റിലെ ഗവർണറൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ ആണ്. റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഈ ഗവർണർ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആണോ ജയിക്കുന്നത് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആണോ, ഇതിനൊന്നും എനിക്കൊരു കൗതുകമില്ലായിരുന്നു, ആരെങ്കിലും ജയിക്കട്ടെ എന്നുള്ളതായിരുന്നു. പക്ഷെ ഈ കഞ്ചാവിന്റെ പ്രപ്പോസൽ ജയിക്കുമോ എന്നുള്ളത് കാണാനാണ് ഞാൻ രാത്രിയിൽ മിഡ്നൈറ്റ് ഞാൻ ഒഴിച്ച് ഇരിക്കുകയാണ്. റിസൾട്ട് വന്നു. 64% വോട്ടോടുകൂടിയാണ് കഞ്ചാവ് മിഷിഗണിൽ ലീഗലൈസ്ഡ് ആകുന്നത്. അപ്പം എൻ്റെ ആ കൊളീഗ് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത്, ഒരു 70% കിട്ടും. അവിടെ എത്തിയില്ലെങ്കിലും 64% വോട്ടോടുകൂടി കഞ്ചാവ് ലീഗലൈസ്ഡ് ആകുകയാണ്. പിന്നീടുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ ആ താഴെ കാണുന്നതൊക്കെ. നമ്മുടെ അയൽവക്കത്തൊക്കെ ഉള്ളവരുടെ വീടിന്റെ പിറകില് മിഷിഗണിൽ ഈ നിയമം വന്നപ്പോൾ 2.5 ഔൺസ് കഞ്ചാവ് വരെ, അതായത് 2.5 ഔൺസ് പറഞ്ഞ 1 ഔൺസ് 28 gram ആണ്. അപ്പൊ 2.5 ഔൺസ് 72 gram കഞ്ചാവ് വരെ നമുക്ക് കയ്യിൽ കരുതാം, ഉപയോഗിക്കാം, വീട്ടിൽ വെക്കാം. ഈ ഗ്രാമിന്റെ കണക്ക് പറയുമ്പോൾ ഓർക്കണം, 5 gram കഞ്ചാവ് കൊണ്ടാണ് വേടനെ പിടിക്കുന്നത് കേട്ടോ. അവിടെ 72 gram കഞ്ചാവ് വരെ നമുക്ക് 12 കഞ്ചാവ് ചെടി വീടിന്റെ ഇതുപോലെ ബാക്കിയാടിൽ നമുക്ക് നട്ടു വളർത്താൻ നമുക്ക് അനുവദനീയമാണ്. ഇവിടെ ഷിക്കാഗോയില്, ഇവിടെ ഇല്ലിനോയ്സ് സ്റ്റേറ്റില് നിങ്ങൾക്ക് 1.1 ഔൺസ്, അതായത് 30 gram കഞ്ചാവ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാം, 5 ചെടികൾ നട്ടു വളർത്താം. അപ്പൊ ഇത് ഓരോ സ്റ്റേറ്റിലും അങ്ങനെ നിയമങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പം അതുപോലെ ഇത് കഞ്ചാവ് വളരെ കോമൺ ആയിട്ട് വരികയാണ്. ഈ ചിത്രം, ഇത് ഇടതുവശത്ത് കാണുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് നിയറസ്റ്റ് കാനബീസ് സ്റ്റോർ എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നതാണ്. എൻ്റെ വീടിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് 6 കഞ്ചാവ് കടയുണ്ട്. ജാസ് കാനബീസ്, അത് 2.8 മൈലാണ് എൻ്റെ വീട്ടിൽ നിന്ന്.
പഫ് കാനബി സ്റ്റോർ 1.5 മൈലേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് 6 കഞ്ചാവ് കടയുണ്ട്. ഈ റൈറ്റിൽ കാണുന്ന ചിത്രം പഫ് കാനബി സ്റ്റോർ. ഞാൻ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് എന്നും ജോലിക്ക് പോവുകയും വരികയും ചെയ്യുന്നത് ഈ കഞ്ചാവ് കടയുടെ മുമ്പിൽ കൂടെയാണ്. അപ്പൊ ഞാൻ ഈ പ്രസന്റേഷന് വേണ്ടി അതിന്റെ ഒരു ചിത്രം എടുത്തേക്കാന്ന് കരുതിക്കൊണ്ട് ഇറങ്ങിച്ചത് ചിത്രം എടുക്കുമ്പോൾ ആ സെക്യൂരിറ്റിക്കാരൻ വന്ന് എന്നോട് എന്നാ സംഭവം എന്ന് ചോദിക്കുന്നതാണ് ആ ചിത്രം. ഇനിയും ഈ യാഥാർത്ഥ്യങ്ങൾ നിന്നുകൊണ്ട് ഈ സമയത്ത് തന്നെ ഈ കാലഘട്ടത്തിനുള്ളിൽ എൻ്റെ മോള് ഹൈസ്കൂള് സാമാന്യം നല്ല GPA പാസ്സായി. മിഷിഗൺ സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നിൽ പോയി. അവിടെ 4 വർഷമാണ് ഇവിടുത്തെ ഡിഗ്രി പഠനം എന്ന് നമുക്കറിയാം. അവള് 4-ാം വർഷത്തെ ക്ലാസ്സുകൾ കൂടി ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും എടുത്ത് 4 വർഷത്തെ ഡിഗ്രി പഠനം 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് 3-ാം വർഷം അവസാനം തന്നെ GM പോലെ മികച്ച ഒരു കമ്പനിയിൽ നല്ല ഒരു ജോലിയിലും കയറി. അപ്പൊ അതോടെ എൻ്റെ ആ ഒരു ആദ്യമുണ്ടായിരുന്ന ഒരു ടെൻഷന് ഒക്കെ മാറി. ഇത്രയൊന്നും നമ്മള് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഈ കഞ്ചാവ് കടകളെല്ലാം ഇവിടെ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷെ നമ്മുടെ മക്കള് പഠിക്കുന്നുണ്ട്. അവരാരും അങ്ങനെ ഈ കഞ്ചാവ് കടകളൊക്കെ ഇത്രയും വന്നുകൊണ്ട് ലീഗലൈസ്ഡ് ആയതുകൊണ്ട് കഞ്ചാവിന്റെ ഉപഭോഗം വലുതായിട്ട് വർദ്ധിക്കുക, എല്ലാവരും രാവിലെ മുതൽ കഞ്ചാവ് അടിച്ചു കൊണ്ട് തിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ കാണുന്നില്ല. അപ്പം ഇതില് എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ ടെൻഷനായിരുന്നു കേട്ടോ. ഈ അമേരിക്കയെ തെമ്മാടി രാഷ്ട്രം എന്ന് ആദ്യം വിളിച്ചത് പിണറായി വിജയൻ അല്ല കേട്ടോ. ഈ 2018 ഞാൻ ഈ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പോഴ് ഇത് കഞ്ചാവ് പാസ്സായപ്പോൾ ഇതെന്തൊരു തെമ്മാടി രാഷ്ട്രമാണെന്ന് ആദ്യം പറഞ്ഞത് എന്റെ ഭാര്യയാണ് സത്യത്തിൽ. അപ്പം ഈ സംഭവം ഈ 7 വർഷമൊക്കെ കഴിഞ്ഞ് ഈ ഒരു സാഹചര്യത്തില് ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തോട് ചോദിച്ചു, ഇപ്പം നിന്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? കഞ്ചാവ് ലീഗലൈസ്ഡ് ആയി, കഞ്ചാവ് കടകളെല്ലാം ചുറ്റുവട്ടത്തുണ്ട്. പക്ഷെ നമ്മുടെ മക്കള് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മലയാളികളും ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലൊക്കെ എനിക്കറിയാവുന്ന എല്ലാവരുടെയും മക്കള് എഞ്ചിനീയറിംഗിനും, നമുക്ക് MBBS-ഉം എഞ്ചിനീയറിംഗും കഴിഞ്ഞിട്ടുള്ള പരിപാടിയെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കുള്ളൂ. എല്ലാവരും അതിന് പോകുന്നുണ്ട്, എല്ലാവരും പഠിച്ചു ജയിക്കുന്നുണ്ട്. ഒരു പിള്ളേരും കഞ്ചാവ് അടിച്ചത് എൻ്റെ അറിവിൽ, എൻ്റെ സുഹൃത്തുക്കളിൽ ധാരാളം സുഹൃത്തുക്കളുണ്ട്, ആരുമില്ല. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞ കാര്യം, അല്ലെങ്കിലും എനിക്ക് എന്റെ മക്കളെ ഓർത്ത് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു, അവര് എന്റെ മക്കളല്ലേ, അവരൊന്നും ചെയ്യത്തില്ലായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ നീ കണ്ട ഇതൊക്കെ വലിയ ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചതോ? അത് എനിക്ക് നിങ്ങളെ ഓർത്തായിരുന്നു ചെറിയൊരു ടെൻഷൻ. നിങ്ങൾ രാവിലെ മുതൽ കഞ്ചാവ് അടിച്ച് ജോലിക്കും പോകാതെ ഇവിടെ കോടി തിരിഞ്ഞിരുന്നാല് നമ്മുടെ വീടിന്റെ മോർഗേജ് എങ്ങനെ അടച്ചു പോകുന്ന ഓർത്തോണ്ട് നിങ്ങൾ, എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ചിത്രം ഇതാണ് ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയാനായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇനിയും നമുക്ക് കഞ്ചാവ് ലീഗലൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്, കൺട്രീസ് വിച്ച് ഹാവ് ലീഗലൈസ്ഡ് മർവാന. ഇതിൽ ഉറുഗ്വയാണ് ആദ്യമായിട്ട് 2014 റിക്രിയേഷണൽ മർവാന ലീഗലൈസ് ചെയ്ത രാജ്യങ്ങള്. കാനഡ, നമുക്കറിയാം, കാനഡയിൽ നിന്ന് ഇവിടെ പ്രതിനിധികളുണ്ട്. കഞ്ചാവ് മെഡിക്കൽ മർവാനയും റിക്രിയേഷണൽ മർവാനയും രാജ്യം മൊത്തം ലീഗലൈസ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചില രാജ്യങ്ങള് റിക്രിയേഷണൽ മർവാന ലീഗലൈസ് ചെയ്തിട്ടുള്ളതല്ല, മെഡിക്കൽ മർവാനയാണ്, പക്ഷെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളില് പിന്നെ റിക്രിയേഷണൽ മർവാന ലീഗലൈസ്ഡ് അല്ല എങ്കിലും കഞ്ചാവുമായിട്ട് നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയോ ജയിലിൽ വിടുകയോ ചെയ്യാതെ നിങ്ങളെ ഡി അഡിക്ഷൻ സെന്ററുകളിലേക്ക് വിടുകയും റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന പദ്ധതികളുള്ള രാജ്യങ്ങളാണ്. അവിടെ USA വളരെ താഴെ കാണുന്നതിന്റെ കാരണം, കാനഡയൊക്കെ പോലെ USA-യിൽ മൊത്തമായി ഇത് ലീഗലൈസ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഏതാണ്ട് 40ഓളം സ്റ്റേറ്റുകളിലെ ആയിട്ടുള്ളൂ. അതിൽ തന്നെ 24 സ്റ്റേറ്റുകളിലെ ഈ റിക്രിയേഷണൽ മർവാന ലീഗലൈസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് USA-യുടെ നമ്പർ അത്രയും താഴെ കാണുന്നത്. ഇവിടെ ഈ കഞ്ചാവ് ഇത്രയേറെ രാജ്യങ്ങളിൽ ലീഗലൈസ്ഡ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ കാണുന്ന ഇപ്പൊ അമേരിക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ മേഖലകളിലും, ഇപ്പം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ഒളിമ്പിക്സ് വന്നാൽ ഏറ്റവും അധികം മെഡൽ നേടുന്ന ഈ രാജ്യമാണ്. ഈ ലീഗലൈസ്ഡ് ആണെങ്കിലും നമ്മൾ കാണുന്നത് ഈ മനുഷ്യന് മുഴുവൻ പിന്നെ ഇവിടെ കഞ്ചാവ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മയക്കുമരുന്നുണ്ടെങ്കിലും അടിച്ചു കോണു തെറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ അല്ല. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അന്ന് ഞാൻ ഈ കൊളീഗുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ലീഗലൈസ്ഡ് ആയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അവൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ജെയിംസ്, ഡു യു സ്മോക്ക് സിഗരറ്റ്? അപ്പം ഞാൻ സിഗരറ്റ് വലിക്കാറില്ല. പണ്ടൊക്കെ 1 പഫ് 2 പഫ് കൂട്ടുകാരനോട് മേടിച്ച് വലിക്കുന്ന രീതികളുണ്ടായിരുന്നല്ലോ. അപ്പം എന്നോട് ചോദിച്ചു, ഇന്ത്യയിൽ സിഗരറ്റ് ലീഗലൈസ്ഡ് അല്ലേ? അതെ, ഇന്ത്യയിൽ സിഗരറ്റ് ലീഗലൈസ്ഡ് ആണ്.
ഇന്ത്യയിൽ മദ്യം ലീഗലൈസ്ഡ് അല്ലേ? അതെ, ഇന്ത്യയിൽ മദ്യം ലീഗലൈസ്ഡ് ആണ്. അപ്പൊ ഈ സിഗരറ്റും മദ്യവും ഇന്ത്യയിൽ ലീഗലൈസ്ഡ് ആയിട്ടും നീ എന്തേ ഈ സിഗരറ്റ് വലിക്കാത്തത്? ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ എന്താ സിഗരറ്റ് വലിക്കാത്തത്? ആ ഒരു ചോദ്യം ഒരു പുതിയ ഇൻസൈറ്റ് ആയിരുന്നു. ഇന്ത്യയില് സിഗരറ്റ് ലീഗലൈസ്ഡ് ആണ്, പക്ഷെ നമ്മളല്ല. ഇപ്പൊ ഇവിടെ തന്നെ ചോദിച്ചു കഴിഞ്ഞാല് സിഗരറ്റ് വലിക്കുന്നവര് നിങ്ങളിൽ ഇത്രയും പേരിൽ ഒരു പക്ഷെ 1-2 പേരെ കാണും. അത് തന്നെ ഉണ്ടാവണമെന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ വലിക്കാത്തത്? ഈ സാധനം അവൈലബിൾ ആണ് എന്ന് കരുതി ഒരു ജനത മുഴുവൻ അതിന്റെ പുറകെ പോവില്ല. അത്ര കൂടി ഈ കഞ്ചാവ് ലീഗലൈസ്ഡ് ആയാലും ഉണ്ടാവില്ല. ഇപ്പം സിഗരറ്റിന്റെ കണക്ക് നമുക്ക് നോക്കാം. ട്രെൻഡ്സ് ഇൻ സിഗരറ്റ് സ്മോക്കിംഗ് റേറ്റ്സ് 1965 അമേരിക്കയിൽ 42% ആളുകൾ സിഗരറ്റ് വലിച്ചിരുന്നിടത്ത് ഇന്ന് 2022 2022 വരെയുള്ള കണക്കാണ്, ഇന്നത് 11%. സിഗരറ്റ് വലിയിൽ എത്രമാത്രം കുറവ് വന്നു എന്നറിയാം. ഇത് അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇത് തന്നെയാണ് അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലും അത് തന്നെയാണ്. എങ്ങനെയാണ് ഇത് സാധ്യമായതെന്ന് അറിയോ? സിഗരറ്റിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ. ഒരു കാലത്ത് ഒരു ജനറേഷന് മുമ്പാണെങ്കിൽ ആണുങ്ങൾ എല്ലാം സിഗരറ്റ് വലിക്കുന്നവരായിരുന്നു. ഇവിടെ അമേരിക്കയിലും അതെയായിരുന്നു, നമ്മുടെ നാട്ടിലും. ഞാനൊക്കെ ജനിച്ചു വന്ന സാഹചര്യങ്ങൾ എന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകളെയൊക്കെ എല്ലാവരും കഴിഞ്ഞ എന്റെ പാരന്റ്സിന്റെ ആ ഒരു ജനറേഷനിലുള്ളവര് മഹാഭൂരിപക്ഷം ഈ ബീഡി വലിക്കുന്നവരൊക്കെ ആയിരുന്നു. ഇന്നത്തെ ആളുകളിൽ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യയിലെ ഞാൻ സർവേ ഒന്നും പഠനങ്ങളൊന്നും അധികം ഇത് ചെയ്തില്ല, സെർച്ച് ചെയ്തില്ല. ഇവിടത്തെയാണ് ഇത് കാണുന്നത്. 46% നിന്ന് 42% നിന്ന് ഇന്ന് 11%ത്തിലേക്കായിട്ട് കുറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. ഇത് തന്നെയാണ് ഏത് ലഹരി പദാർത്ഥങ്ങൾക്കിടയെ കുറിച്ചും വേണ്ടത്. കൃത്യമായി അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ടും ഇതിന്റെ പിറകെ പോകാൻ ഇടയാകുന്നവരെ കണ്ടെത്താൻ. അത് നമുക്ക് ആ സൊസൈറ്റിയെ ഡീക്രിമിനലൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അവരെ കണ്ടെത്താനും അവരെ ഡീ അഡിക്ഷന് വിടാനും അവരെ പിന്നീട് റിഹാബിലിറ്റേറ്റ്, അവരെ ഒരു കുറ്റവാളികളെ പോലെ കാണാതെ. അവിടെയാണ് നമ്മുടെ പ്രശ്നം. നമുക്കവർ വലിയ കുറ്റവാളികളാണ്, നേരിട്ട് ജയിലിലേക്ക് പറഞ്ഞു വിടുകയാണ്. എത്ര ആയിരക്കണക്കിന് ആൾക്കാരെ അവർ ചിലപ്പോൾ ജീവിതത്തിൽ 1-2 പ്രാവശ്യം ഉപയോഗിച്ചവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വേടന്റെ പേര് കോട്ട് ചെയ്യാൻ കാരണം. സ്ഥിരമായിട്ട് അയാൾ ഉപയോഗിക്കുന്നതാണോ അഡിക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഫ്ലാറ്റിൽ നിന്ന് ഒരു 5 ഗ്രാം കഞ്ചാവ് പിടിച്ച ഉടനെ ആ മനുഷ്യൻ നമുക്കെല്ലാം വലിയൊരു ക്രിമിനലായി മാറുകയാണ്. നമ്മുടെ രീതിയിൽ അയാളെ ജയിലായിരിക്കുന്നു. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ജയിലിൽ പോകാതെ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ജയിലിൽ പറഞ്ഞു വിടുകയാണ്. അതല്ല വേണ്ടതെന്നും, മറിച്ച് അവയർനെസ് ഉണ്ടാക്കി തന്നെ ആളുകളിൽ ഉപഭോഗം കുറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവണം. എന്നിട്ടും ഇതിന് ഉപഭോഗം ചെയ്യുന്ന ആളുകളെ ഡി അഡിക്ഷൻ സെന്ററുകളിലൂടെ പിന്നീട് അവരെ റിഹാബിലിറ്റേറ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയായി മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനിയും നമുക്ക് കഞ്ചാവിനെ കുറിച്ചുള്ള കുറച്ച് പ്രാഥമികമായ കാര്യങ്ങൾ ഒന്ന് പറയാം. കഞ്ചാവില് ഏതാണ്ട് 100ഓളം സ്ട്രെയിനുകളുണ്ട്. അതിലെ ഒരു 3 സ്ട്രെയിനാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഈ സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉള്ള 2 സറ്റീവയും ഇൻഡിക്കയാണ്. ഈ സറ്റീവയാണ് ഇവിടെയുള്ള അമേരിക്കയിലൊക്കെയുള്ള കഞ്ചാവ് ചെടി. അതൊരു ഏതാണ്ട് ഒരു 10-12 ഫീറ്റോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇല പക്ഷെ വളരെ തിന്നായിരിക്കും. മറ്റേ ഇൻഡിക്കയാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന ചെടി. അതൊരു 2 to 4 ഫീറ്റ് ചെറിയ ചെടിയായിരിക്കും, പക്ഷെ അതിന്റെ ഇല വീതി കൂടുതലുള്ളതായിരിക്കും. ഇവിടെ ഈ കഞ്ചാവിൽ എന്താണ് ഉള്ളതെന്നറിയോ? മെയിൻ ആയിട്ട് അതിലെ സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2 സംഭവങ്ങൾ. കനാബിനോയിഡ്സ് ആണ് കഞ്ചാവിലുള്ളത്. ഒരു 100ഓളം കനാബിനോയിഡ്സ് ഉണ്ട്. പക്ഷെ നമ്മുടെ ശരീരവുമായി പ്രതിപ്രവർത്തിക്കുന്ന 2 സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഈ CBDയും THC. ഇതിലെ തന്നെ CBD പെയിൻ കില്ലർ ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് CBD ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. CBD ഓയിലും ഇതുമെല്ലാം നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഈ THC ഞാൻ ആ റൈറ്റ് സൈഡിൽ താഴെ കൊടുത്തിരിക്കുന്നത് വിവിധ കനാബിനോയിഡ്സ് ആണ് കഞ്ചാവിലുള്ളത്. അതിലെ ആ 4ാമത്തേത് ടെട്രാഹൈഡ്രോ കനാബിസ് എന്ന് പറയുന്ന കനാബിനോൾ എന്ന് പറയുന്ന THC ആണ് ഈ സൈക്കോ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്.
ഇത് നമുക്കറിയാം, ഈ കനാബിനോയിഡ്സ് എന്ന് പറയുന്നത് ചെടിയിൽ മാത്രമല്ല നമ്മുടെ ശരീരത്തിലും ഉണ്ട് കേട്ടോ. നമ്മുടെ CB1 റിസപ്റ്റർ, CB2 എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും, CB2 നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഉണ്ട്. ഇതുമായിട്ട് ഈ THC വന്ന് പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഹൈ ആകുന്നത്. ഈ കനാബിനോയിഡ്സ് പറയുന്നത് ചെടികളിലുണ്ട്, നമ്മളിലുണ്ട്. നമ്മൾ പറയാറില്ലേ വി ആർ ഓൾ സ്റ്റാർഡസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ ഭൂമിയിലും പിന്നെ നക്ഷത്രങ്ങളിലും എല്ലാം ഉള്ള എലമെന്റുകളെല്ലാം ഈ കെമിക്കലുകളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ CB1 CB2 എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുമുള്ള CB1 CB2 റിസപ്റ്ററുകളുമായിട്ട്, സ്വീകരണികൾ അതുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഹൈ കിട്ടുന്നത്. അത് ചെയ്യുന്ന കോമ്പൗണ്ട് കനാബിനോയിഡ് എന്ന് പറയുന്നത് കഞ്ചാവിലുള്ളത് ഈ THC ആണ്. അപ്പൊ നമ്മളൊരു കഞ്ചാവ് പ്രൊഡക്റ്റ് കാണുമ്പോൾ അതിലെ THCയുടെ അളവ് എത്രയാണ് എന്നതിനെ ആശ്രയിച്ചാണ് ആളുകൾക്ക് ഈ ഹലൂസിനേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ഇനിയും ഉള്ള ഒരു പ്രധാന പോയിന്റ് ഞാൻ ഇന്നിവിടെ പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. കഞ്ചാവാണോ മദ്യമാണോ ഏതാണ് കൂടുതൽ അപകടകാരി? നിങ്ങളുടെ ഉത്തരം കഞ്ചാവ് എന്നായിരിക്കും ഒട്ടുമിക്കാരും പേരുടെ. പക്ഷേ ലോകത്തുള്ള ഇന്നോളം നടന്നിട്ടുള്ള മുഴുവൻ പഠനങ്ങളിലും ഏറ്റവും അപകടകാരിയായ മയക്കുമരുന്ന് എന്ന് പറയുന്നത് മദ്യമാണ്. ഞാൻ മയക്കുമരുന്ന് എന്ന വാക്ക് തന്നെയാണ് മദ്യത്തിന് ഉപയോഗിക്കുന്നത്. കാരണം ആൽക്കഹോൾ ഈസ് എ ഡ്രഗ്, ഒരു മയക്കുമരുന്നാണ്. മയക്കുമരുന്നിലെ ഏറ്റവും അപകടകാരിയും ഏറ്റവും ഹാംഫുള്ളും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓർഗനെയും, ലിവറിനെയും ഹാർട്ടിനെയും കിഡ്നിയെയും ഓരോ അവയവങ്ങളെ ബാധിക്കുന്നതും ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് മരണം നടക്കുന്നതും റോഡ് ആക്സിഡന്റ് ഉണ്ടാകുന്നതും മനുഷ്യനെ ഏറ്റവും അക്രമാസക്തനാക്കി ഏറ്റവും കൊലപാതകങ്ങൾ നടക്കുന്നതും മദ്യം എന്ന് പറയുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ്. കഞ്ചാവ് കൊണ്ടല്ല, മദ്യമാണ്. മദ്യത്തിന്റെ താഴെയാണ് ഹെറോയിനും കൊക്കൈനും ഒക്കെ അടക്കമുള്ള മയക്കുമരുന്നുകൾ വരുന്നത്. ഈ പഠനങ്ങൾ കുറേയേറെ പഠനങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. ഇതില് ഡേവിഡ് ജോൺ നട്ട് എന്ന് പറയുന്ന ന്യൂറോ സൈക്കോ ഫാർമക്കോളജിസ്റ്റ്, ഒരു വേൾഡ് റിനൗണ്ട് സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹം ബ്രിട്ടീഷ് ഡ്രഗ് കൗൺസിൽ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെയും ഒക്കെ പ്രൊഫസർ ആയിരുന്നു. ഈ മനുഷ്യനാണ് ഈ സെൻഷ്യ എന്ന് പറയുന്ന ആ ഒരു ആൽക്കഹോൾ ഇല്ലാത്ത ഒരു മദ്യം മാർക്കറ്റിൽ ഇറങ്ങി. ഇത് നമ്മുടെ ബ്രെയിനിൽ ചെന്ന് പ്രതിപ്രവർത്തിക്കും. ഇവിടെ അമേരിക്കയിൽ അവൈലബിൾ ആണ് കേട്ടോ സെൻഷ്യ, നിങ്ങൾക്ക് അറിയാമായിരിക്കാം. മദ്യമാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ആൽക്കഹോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിനെ ഡാമേജ് ചെയ്യില്ല. പക്ഷേ എങ്കിലും ഇത് നമ്മുടെ ബ്രെയിനിലെ ഗാബ സിസ്റ്റവുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഗാബ സിസ്റ്റം ഒന്നും ഇതില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രതിപ്രവർത്തിക്കുന്നതുകൊണ്ട് മദ്യം തരുന്ന ആ ഒരു ഇൻടോക്സിക്കേഷൻ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ആൽക്കഹോളിന്റെ അംശം ഇല്ലാത്തത് കൊണ്ട് ലിവറിനൊന്നും അഫക്ട് ചെയ്യാത്ത ഈ പ്രൊഡക്റ്റ് ഒക്കെ കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റ് ആണ്. ഈ മനുഷ്യൻ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. The only intoxicant that you can legally use is alcohol, which is quite likely to cause dependence and is really quite toxic in high doses. So, cannabis on those 16 measures of harm, we did a paper 10 years ago comparing on those 16 measures of harm. Cannabis is less harmful than alcohol on every measure except one. And that's intoxication, where they're both equally intoxicating. So of course it should be made recreational, and that would also facilitate people getting low-cost access for medical purposes as well. പഠനം നടത്തിയത് ആൽക്കഹോളും കഞ്ചാവും തമ്മിൽ 16 മെഷേഴ്സിൽ ഓരോ ഏരിയയിലും നമ്മുടെ ഓരോ ബോഡിയുടെ ഓർഗനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ മെമ്മറിയെയും ഒക്കെ ബാധിക്കുന്ന എല്ലാ ഏരിയകളിലും പഠനം നടത്തിയപ്പോൾ, കഞ്ചാവിനെയും പിന്നെ മദ്യത്തെയും തമ്മിൽ താരതമ്യ പഠനം നടത്തിയപ്പോൾ അതിൽ 15 എണ്ണത്തിലും മദ്യമായിരുന്നു കഞ്ചാവിനേക്കാൾ ഹാംഫുൾ. പിന്നെ ഒരു കാര്യത്തിൽ മാത്രമാണ് അയാൾ അവസാനം പറഞ്ഞത്, അതിലും കഞ്ചാവ് കൂടുതലാണെന്നല്ല, രണ്ടും തുല്യമാണെന്ന് പറഞ്ഞത്. ഇത് രണ്ടും തരുന്ന ഇൻടോക്സിക്കേഷന്റെ ലെവലിൽ മാത്രം. രണ്ടിനും ഏതാണ്ട് നിങ്ങൾ ഒരു 3 പെഗ് മദ്യം അടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 മണിക്കൂർ നിങ്ങൾക്ക് ഇൻടോക്സിക്കേഷൻ ഇഫക്റ്റ് ഉണ്ടാകുന്നു. നിങ്ങൾ ഒരു പിന്നെ കഞ്ചാവ് പ്രൊഡക്റ്റ് കമ്മിയായിട്ടോ പ്രൊഡക്റ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ സ്മോക്ക് 2 പഫ് എടുക്കുകയോ ചെയ്താൽ ഈ മാക്സിമം 3 to 4 to 5 hours ആണ് അതിന്റെ ഇൻടോക്സിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഇൻടോക്സിക്കേഷൻ തരുന്ന ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവർ കട്ടക്ക് നിന്നത്.
ബാക്കി ഈ 16 മെഷേഴ്സിൽ ഹാംഫുൾ ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തപ്പോൾ 15 മെഷേഴ്സിലും കൂടുതൽ കഞ്ചാവിനേക്കാൾ ഹാംഫുള്ള് മദ്യമായിരുന്നു. ഇതാണ് ലോകത്തിലെ ഇത്രയും പ്രശസ്തനായ ഈ സയന്റിസ്റ്റിന് പറയാനുള്ളത്. ആൽക്കഹോളിനെ നമ്മുടെ ശരീരം ട്രീറ്റ് ചെയ്യുന്നത് തന്നെ ഒരു പോയിസൺ ആയിട്ടാണ്. ഏറ്റവും അഡിക്റ്റീവ് സ്വഭാവം ഉണ്ടാക്കുന്നത് ആൽക്കഹോളാണ്. ഈ കഞ്ചാവിന്റെ ഒരു പ്രത്യേകതയും അത്രയാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഒരു 3-4 തവണ കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആകുന്നതാണ്. കൊക്കൈന്റെ കാര്യത്തിൽ ശരിയാണ്, ഹെറോയിന്റെ കാര്യത്തിൽ ശരിയാണ്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് കഞ്ചാവിന് ഇല്ല എന്നാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. ഇദ്ദേഹം ആ ലാൻസെറ്റ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ആ പഠനത്തിന്റെ കാര്യം പറഞ്ഞു. അത് ഇതാണ്: റാങ്കിങ്ങിൽ വിച്ച് ഈസ് വേഴ്സ്, ആൽക്കഹോൾ ഓർ കാനബീസ്? റാങ്കിങ്ങിൽ ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ളത് എല്ലാ മയക്കുമരുന്നുകളെയും താരതമ്യം ചെയ്യുമ്പോൾ 1-ാം സ്ഥാനത്ത് ആൽക്കഹോളാണ്, 2-ാം സ്ഥാനത്ത് ഹെറോയിൻ, 3-ാം സ്ഥാനത്ത് ക്രാക്ക് കൊക്കെയിൻ, 4-ാം സ്ഥാനത്താണ് മെത്ത്, MDMA, നമ്മുടെ നാട്ടിലെ സാധനം, പിന്നെ 5 കൊക്കെയിൻ, 6 നോക്കൂ ടുബാക്കോയാണ്. അവിടെ കാനബിസിന്റെ പ്ലേസ് എന്ന് പറയുന്നത് ടുബാക്കോയുടെ താഴെ ആംഫിബിറ്റാമിന്റെയും താഴെ ആണ് കാനബിസ് ഉള്ളത്. അതായത് മദ്യത്തിന്റെയും താഴെ എന്നല്ല, ടുബാക്കോയുടെയും താഴെയാണ് കഞ്ചാവ്. ഈ ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ മെഷേഴ്സും നോക്കുമ്പോൾ എല്ലാ പഠനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പഠനങ്ങളും പറയുന്നത്. അല്ലാതെ ഇത് വെറുതെ അല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, ഈ അമേരിക്കയും കാനഡയും ഇത്രയേറെ യൂറോപ്യൻ രാജ്യങ്ങളും നെതർലാൻഡ്സ് ഒക്കെ ഈ കഞ്ചാവ് എന്താണ് ലീഗലൈസ് ചെയ്തിരിക്കുന്നതെന്ന്. പൊട്ടന്മാരായിട്ടല്ല, അല്ലെങ്കിൽ ആളുകൾക്ക് കഞ്ചാവ് കഴിക്കണം എന്നാൽ പിന്നെ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടല്ല. കൃത്യമായി നടത്തിയ, വർഷങ്ങളായി നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പഠനത്തിൽ പോലും ഉണ്ടായില്ല കഞ്ചാവാണ് കൂടുതൽ ഹാംഫുൾ എന്ന് തെളിയിക്കുന്നത്. ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അമേരിക്കയിലും കാനഡയിലും ഈ പല യൂറോപ്യൻ രാജ്യങ്ങളിലും കഞ്ചാവ് ലീഗലൈസ് ചെയ്യുന്നത്. അവിടെയെല്ലാം മദ്യമാണ് കൂടുതൽ അപകടകാരി എന്ന യാഥാർത്ഥ്യം. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് കഞ്ചാവ് ലെസ് ഹാംഫുൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ കഞ്ചാവിന് ഒരു ദോഷവും ഇല്ല എന്നല്ല. ഞാൻ തുടക്കത്തിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു, അത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കഞ്ചാവും മയക്കുമരുന്നുകളും മദ്യവും അടക്കം എല്ലാ ലഹരി പദാർത്ഥങ്ങളും അതിന്റെ ഉപഭോക്താക്കൾക്ക് നൈമിഷികമായ ചില ആനന്ദാനുഭൂതികൾ നൽകുമെങ്കിലും ആത്യന്തികമായി നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതത്തെയും നശിപ്പിക്കുകയുള്ളൂ. കഞ്ചാവിന് ഒരു ദോഷവും ഇല്ല എന്നല്ല പറയുന്നത്. ഞാനിവിടെ ഇന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രീയ പഠനങ്ങളുടെയും അടിസ്ഥാനമാക്കി കഞ്ചാവ് ലെസ് ഹാംഫുൾ ദാൻ ആൽക്കഹോൾ എന്ന യാഥാർത്ഥ്യമാണ്. ഇതിന്റെ കമ്പാരിസൺ വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ആൽക്കഹോളും കാനബീസും. അഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഈസ് കെമിക്കലി അഡിക്റ്റീവ് ആൻഡ് വിഡ്രോവൽ ക്യാൻ ബി സിവിയർ. കഞ്ചാവിലേക്ക് വരുമ്പോൾ വൈൽ കാനബീസ് ക്യാൻ ബി സൈക്കോളജിക്കലി അഡിക്റ്റീവ്, ഇറ്റ്സ് നോട്ട് കെമിക്കലി അഡിക്റ്റീവ്, ആൻഡ് വിഡ്രോവൽ ഈസ് ജനറലി ലെസ് സിവിയർ എന്നതാണ്. ടോക്സിസിറ്റിയുടെ കാര്യത്തിലും ആൽക്കഹോൾ ഈസ് ടോക്സിക് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ഡാമേജ് ലിവർ, പാൻക്രിയാസ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം വിത്ത് എക്സസീവ് യൂസ്. ടോക്സിസിറ്റിയുടെ കാര്യത്തിൽ കഞ്ചാവിലേക്ക് വരുമ്പോൾ കാനബീസ് ഈസ് ജനറലി കൺസിഡേർഡ് ലെസ് ടോക്സിക് than alcohol and is not associated with fatal overdose. ഇനി ഓവർഡോസിന്റെ കാര്യം വരുമ്പോൾ alcohol overdose or alcohol poisoning is serious and potentially fatal condition. പക്ഷേ കാനബീസ് ഓവർഡോസ്, while cannabis can cause intense anxiety and hallucination or delusional thought in high doses, but it's not fatal. അതുപോലെ ബിഹേവിയറൽ ഇഫക്ട്സും ആൽക്കഹോൾ can lead to impaired judgment, increased aggression and risky ബിഹേവിയർ. മനുഷ്യനെ കൂടുതൽ ആക്കുകയാണ് ചെയ്യുന്നത് ആൽക്കഹോൾ. കഞ്ചാവിലേക്ക് വരുമ്പോൾ കൂൾ, കാം ഒരു അവസ്ഥയിലേക്കാണ്, ഒരു മാനസികമായ അവസ്ഥയിലേക്കാണ് കഞ്ചാവ് കൊണ്ടുവരുന്നത്. ഇതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ തന്നെ ഇതാണ്. വൈൽ ബോത്ത് കാനബീസ് ആൻഡ് ആൽക്കഹോൾ കഞ്ചാവിന് കുഴപ്പമില്ലെന്നല്ല പറയുന്നത്. വൈൽ ബോത്ത് കാനബീസ് ആൻഡ് ആൽക്കഹോൾ ഹാവ് പൊട്ടൻഷ്യൽ റിസ്ക്, ആൽക്കഹോൾ ഈസ് ജനറലി കൺസിഡേർഡ് മോർ ഡേഞ്ചറസ് due to the addictive nature, toxicity and potential for overdose. ഇങ്ങനെയുള്ള ഓരോ ഏരിയയും എടുത്താൽ കൂടുതൽ ഹാംഫുൾ ആൽക്കഹോൾ ആണ് ഈ പഠനങ്ങൾ പറയുന്നത്. ഇവിടെ അത് ശരിയാണ്. കൊണ്ട് ഈ ഓവർഡോസിന്റെ കാര്യം പറയുമ്പോഴും നിങ്ങൾക്കറിയാവോ, അമേരിക്കയിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ 6 സാഹിത്യകാരന്മാരെ എടുത്താൽ അതിൽ 5 പേരും മദ്യം കഴിച്ച് മരിച്ചവരാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തൊക്കെ നമുക്ക് ഏറ്റവും സുപരിചിതനായ വില്യം ഫോക്നർ, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ.
മദ്യത്തിന്റെ അടിമയായിരുന്നു, മദ്യം മൂലം മരിച്ച മനുഷ്യനാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ, നമ്മൾ ഓൾഡ് മെനാൻസി ഒക്കെ വായിച്ചിട്ടുള്ളവരാണ്, കിഴവനും കടലും ഒക്കെ മലയാളത്തിലും ഉണ്ട്, വായിച്ചിട്ടുള്ളവരാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ എങ്ങനെയാണ് മരിച്ചത്? എങ്ങനെയാണ്? മദ്യത്തിന്റെ ഓവർഡോസ് കൊണ്ടാണ്. വില്യം ഓജി മരിച്ചത് മദ്യത്തിന് അടിമകളായിരുന്നു ഇവരെല്ലാം. ഈ നോവൽ സമ്മാനം നേടിയ അമേരിക്കയിലെ ആദ്യത്തെ 6 സാഹിത്യകാരന്മാരെ എടുത്താൽ 5 പേരും മദ്യത്തിന് അടിമകളായിരുന്നു, മദ്യം മൂലം മരിച്ചവരായിരുന്നു. പക്ഷേ ഒരാളെ പോലും കഞ്ചാവിന്റെ ഓവർഡോസ് കൊണ്ട് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കഞ്ചാവ് കുറച്ച് നിങ്ങൾ കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്കൊരു ഹലൂസിനേഷൻ ഉണ്ടാവാനുള്ള കൂടുതലുണ്ടാകും, എന്നാലും പിറ്റേ ദിവസം നിങ്ങൾ ചാടി എഴുന്നേക്കും. ഇനിയും മറ്റു ചില ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് കൂടി നമുക്ക് നോക്കാം. ആർ ഡ്രഗ്സ് നാച്ചുറൽ? ഈ മയക്കുമരുന്നുകൾ പ്രകൃതിദത്തമാണ്. നമ്മൾ മയക്കുമരുന്നുകളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ലാബറട്ടറിയിലെ ടെസ്റ്റ് ട്യൂബും ചുവന്ന വെള്ളവും സംഭവങ്ങളും ഒക്കെയാണ്, അല്ലെ? ഈ പറയുന്ന കൊക്കൈനും, കഞ്ചാവ് മാത്രമല്ല, കഞ്ചാവ് ചെടിയെന്നാണെന്ന് നമുക്കറിയാം. കഞ്ചാവ് മാത്രമല്ല, ഈ ഹെറോയിനും കൊക്കൈനും ഈ സാധനങ്ങളെല്ലാം പ്രകൃതിയിലുള്ള ചെടികളിൽ നിന്ന് തന്നെ വരുന്നതാണ്. പക്ഷെ ഇതെല്ലാം സിന്തറ്റിക് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പം കൊക്കൈൻ കംസ് ഫ്രം കൊക്ക ലീഫ്. കൊക്ക ലീഫ് എന്ന് പറഞ്ഞ കൊക്കോയല്ല കേട്ടോ, മറ്റേ കാഡ്ബറീസ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോയല്ല, കൊക്ക ലീഫ്. സൗത്ത് അമേരിക്കയിലെ അവരുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട പാനീയമാണ് കൊക്കാറ്റി. ഇപ്പൊ നിങ്ങൾ ബ്രസീലിലോ ചിലിയിലോ ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊക്കാലി അതിന്റെ ചിത്രം ഞാൻ കാണിക്കാം. ആദ്യമേ കാണുന്ന ചിത്രം കൊക്കാറ്റിയുടെയാണ്, കൊക്ക ലീഫ് ഇട്ടത്. ഒരു കൊക്കാറ്റിയില് 1 ഗ്രാമുള്ള ഒരു ടീ ബാഗ് കൊണ്ട് നിങ്ങൾ ഒരു ചായ ഉണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് 4.2 മില്ലിഗ്രാം കൊക്ക ആൽക്കലോയിഡ് ഉണ്ട്. അതാണ് ഈ കൊക്കാറ്റി കഴിക്കുമ്പോൾ നമുക്കൊരു ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഇത് കഴിച്ചിരുന്നവരാണ് ആ സൗത്ത് അമേരിക്കയിലെ രാജ്യങ്ങളിലെ മിക്കവാറും മനുഷ്യർ ചരിത്രാതീത കാലമായി ഈ കൊക്കൈൻ ചെറിയ തോതിലെങ്കിലും, ഇപ്പം കൊക്കൈൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് ശരീരത്തിൽ ഇതായിട്ട് എടുക്കുമ്പോൾ ഉണ്ടാകണമെങ്കിൽ 20 to 30 മില്ലിഗ്രാം ഓഫ് കൊക്കൈൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഹൈ ഒക്കെ കിട്ടുന്നത്. പക്ഷെ 4.2 മില്ലിഗ്രാം കൊക്ക ആൽക്കലോയിഡ് ഒരു കൊക്ക ചായയിൽ പോലും ഉണ്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കൊക്കാറ്റി ഇവിടെ അമേരിക്കയിൽ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ഈ സാൻ പെട്രോ കാക്ടസ്, ഈ രണ്ടാമത്തെ ചിത്രം കാക്ടസ്, ഇത് രസമാണ്. ഞാനിവിടെ പല മലയാളികളുടെയും വീട്ടിൽ പോയിട്ടുള്ളപ്പോൾ ഈ കാക്ടസ് ചെടി വീട്ടിൽ കണ്ടിട്ടുണ്ട്. നിങ്ങളിലും പലരും ഒരുപക്ഷെ കാക്ടസ് നട്ടു വളർന്നിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാവോ ഈ മെസ്കാലിൻ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത് ഈ കാക്ടസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഈ കാക്ടസ് നമുക്കിവിടെ അമേരിക്കയിൽ നട്ടു വളർത്താം, പക്ഷെ മെസ്കാലിൻ ഇവിടെ നിരോധിച്ചിരിക്കുകയാണ്. ഇതിലെ രസകരമായ കാര്യം, ഇവിടെ അമേരിക്കയിലെ നേറ്റീവ് അമേരിക്കൻസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് ഈ കാക്ടസും. അവർക്ക് ഈ മെസ്കാലിൻ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നിക്കുകളും അറിയാമായിരുന്നു. ഇവരുപയോഗിച്ചിരുന്നു. ഇവരുടെ എല്ലാ ആഘോഷങ്ങളിലും ഇവരുടെ മതപരമായ ചടങ്ങുകളിലും ഈ മെസ്കാലിൻ ഇവരുപയോഗിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പറയുന്നത്, നമ്മുടെ പൂർവികരെന്ന് പറയുന്നത് ഈ സംഗതികളെല്ലാം, ഈ മയക്കുമരുന്നുകളെല്ലാം ഈ ചെടികളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ അറിയാവുന്നവരും അത് ഉപയോഗിച്ചിരുന്നവരും അടിച്ച് കോണ് തെറ്റ് നടന്നവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. ഇനി മൂന്നാമത്തെ താഴത്തെ കൂണുകൾ നോക്കൂ, മാജിക് മഷ്റൂം. ഇതിൽ നിന്നാണ് സിലോസൈബിൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാവോ അൾജീരിയയിലും സ്പെയിനിലുമുള്ള കേവുകളിൽ പോലും, ഗുഹകളിൽ പോലും BC 3000-ലും 2000-ലും ഒക്കെയുള്ള അൾജീരിയയിലും സ്പെയിനിലുള്ള കേവുകളിൽ നിന്ന് ഈ മാജിക് മഷ്റൂമിന്റെ ചിത്രങ്ങൾ അവരവിടെ ഗുഹകളിൽ വരച്ചിട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് അവിടങ്ങളിലെ നമ്മുടെ പൂർവികർ ഈ മാജിക് മഷ്റൂം ഉപയോഗിച്ചിരുന്നു. ഇന്ന് കേരളത്തിൽ മാജിക് മഷ്റൂം അവൈലബിൾ ആണ് കേട്ടോ. ഇതിൽ നിന്നാണ് സിലോസൈബിൻ. ഇനി ആ 4ാമത്തെ ചിത്രം നമുക്കറിയാം, പോപ്പി സീഡ്സ്, അല്ലെ? ഓപ്പിയം കംസ് ഫ്രം പോപ്പി സീഡ്സ്. ഈ പോപ്പി സീഡ്സിന്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ പെയിൻ കില്ലേഴ്സ് എല്ലാം ഇപ്പം മോർഫിൻ, കൊഡിയിൻ, വൈക്കോഡിൻ, ഓക്സിക്കോഡോൺ, ഈ പറയുന്ന പെയിൻ കില്ലേഴ്സ് എല്ലാം ഈ പോപ്പി സീഡ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാം. ഈ പോപ്പി സീഡ്സ് 4200 BC-യിൽ ഈ മെസോപ്പൊട്ടോമിയയിൽ അവരുപയോഗിച്ചിരുന്നു. അവിടെ നിന്ന് സുമേറിയൻസിന് ഇത് കിട്ടുന്നു. സുമേറിയയില് അവർ ഈ പോപ്പി പ്ലാന്റിനെ വിളിച്ചിരുന്നത് ഹുൾജിൽ എന്നാണ്. ഹുൾജിൽ എന്ന് പറഞ്ഞാൽ ജോയ് പ്ലാന്റ്, സന്തോഷം തരുന്ന പ്ലാന്റ്. ജോയ് പ്ലാന്റ് എന്നാണ് അവർ ഇതിനെ വിളിച്ചിരുന്നത്.
അപ്പം ഇത് നമുക്ക് ഉപയോഗിച്ച സന്തോഷം തരുന്ന ഒരു ചെടിയാണെന്നുള്ള ധാരണ 4300 BC-യിലുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടായിരുന്നു, സുമേറിയൻസിന് ഉണ്ടായിരുന്നു. അവരിത് ഉപയോഗിച്ചിരുന്നു. അവിടെ നിന്നാണ് ഇത് അസീറിയൻസിന് കിട്ടുന്നത്. അവിടെ നിന്ന് ഇത് ഈജിപ്തിലെത്തുന്നു, ഈജിപ്തിൽ നിന്ന് ഇത് ചൈനയിലെത്തുന്നു. പിന്നെയുള്ള ചരിത്രം നമുക്കറിയാം, ഇത് ഗ്രേറ്റ് ഓപ്പിയം വാർ ഒക്കെ ചൈനയും ബ്രിട്ടനും ഒക്കെ ആയിട്ട് നടന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈവൻ BC 2000-ലും 3000-ലും ഉള്ള മനുഷ്യന്മാർ പോലും ഈ മയക്കുമരുന്നുകൾ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്ന് സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ മയക്കുമരുന്നുകളെല്ലാം ഇതെല്ലാം പ്രകൃതിദത്തമാണ്. രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും ഒത്തിണങ്ങിയ പ്രകൃതിയുടെ നല്ല സുഗന്ധമുള്ള പ്രകൃതിദത്തമായ സാധനങ്ങളാണ് ഈ മയക്കുമരുന്നുകൾ. നമ്മുടെ പൂർവികർ ഇത് അടിച്ച് അന്ന് ഒരു സ്റ്റേറ്റും ഒരു ഭരണഘടനയും ഒരു നിയമവും അവരെ ലംഘിച്ചിരുന്നില്ല. അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, അവരുടെ ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു, അവരുടെ മതാചാരങ്ങളുടെ ഭാഗമായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലും നമുക്കറിയാം കഞ്ചാവിന് നോർത്ത് ഇന്ത്യക്കാർ വിളിക്കുന്ന ശിവമൂലി എന്നാണ് അല്ലെ. കഞ്ചാവില്ലാത്ത ഒരു ശിവരാത്രി ആഘോഷങ്ങൾ നമുക്കുണ്ടാവുമോ? കഞ്ചാവില്ലാത്ത ഒരു കുംഭമേള നമുക്കുണ്ടോ? കഞ്ചാവില്ലാത്ത ഒരു അംബുബാഷി ഫെസ്റ്റിവല് കാമാഖ്യ ക്ഷേത്രത്തിൽ നടക്കുമോ? കഞ്ചാവ് നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും ഉണ്ടായിരുന്നതിന്റെ കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരികളോടുള്ള ആസക്തി മനുഷ്യർക്ക് ഇന്നുള്ളതിന്റെ ഒരു കാരണവും അവരുടെ പിന്മുറക്കാരാണ് നമ്മൾ എന്നുള്ളതാണ്. ഇനിയും ഇവിടെ അമേരിക്കയിൽ കഞ്ചാവിനെ കുറിച്ച് മറ്റു ചില ഫാക്ടേഴ്സ്, ഇത് നാട്ടിലുള്ള നമ്മുടെ ആൾക്കാരൊക്കെ ഒന്ന് കൊതിപ്പിക്കാനും ഒരു ഇച്ചിരി ജലസി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ ഇന്നൊരു കഞ്ചാവ് കടയിൽ പോയാൽ കഞ്ചാവ് ഇന്ന് കഞ്ചാവ് ആൾക്കാർ ഇവിടെ സ്മോക്ക് ചെയ്യല്ല, അതിനേക്കാൾ കൂടുതൽ എഡിബിൾ കഴിക്കുകയാണ്. വിവിധ പ്രൊഡക്റ്റുകൾ, കഞ്ചാവിന്റെ ഗമ്മീസ് ഉണ്ട്, കഞ്ചാവിന്റെ ബ്രൗണീസ് ഉണ്ട്, കഞ്ചാവ് ഇട്ട കാൻഡീസ് മേടിക്കാൻ കിട്ടും, കഞ്ചാവിന്റെ കാനബി ജെല്ലീസ് ഉണ്ട്, കഞ്ചാവിന്റെ ചോക്ലേറ്റ് CBD ബൈറ്റ്സ് ഉണ്ട്, ചോക്ലേറ്റ് ചിപ്പ് കുക്കീസ് ഉണ്ട്, കഞ്ചാവിന്റെ കാനബീസ് ലോളിപോപ്സ് ഉണ്ട്, പിന്നെ പോട്ട് ബ്രൗണീസ് ഉണ്ട്, കഞ്ചാവിട്ട ഹാർഡ് കാൻഡീസ് മേടിക്കാൻ കിട്ടും, കഞ്ചാവിട്ട മർവാന മഫിൻസ് ഉണ്ട്, കഞ്ചാവിട്ട CBD ഹെംബോയിൽ. ഇങ്ങനെ നിങ്ങൾ ഇന്നൊരു കഞ്ചാവ് കട, ഞാൻ നേരത്തെ ഒരു കട കാണിച്ചില്ലേ, ഞാൻ ജോലിക്ക് പോകുമ്പോൾ കാണുന്ന കട, അങ്ങനെ ഒരു കടയിൽ കയറിയാൽ ഇന്ന് ഏതാണ്ട് 200ഓളം പ്രൊഡക്റ്റ് കഞ്ചാവിന്റെ ഉണ്ട്. നിങ്ങൾ നാട്ടിലുള്ളവരെ കൊതിപ്പിക്കാൻ വേണ്ടി അതിന്റെ ചിത്രങ്ങളും കൂടെ നമുക്കൊന്ന് കാണിക്കാം അല്ലെ. ഇത് ഗമ്മീസിന്റെയും ലോളിപോപ്സും കഞ്ചാവിട്ട മർഫിന്റെയും ഒക്കെ ചിത്രങ്ങളാണ്. അടുത്തത് കഞ്ചാവിട്ട ബ്രൗണി, കഞ്ചാവിട്ട കേക്ക്. ഇനിയും അടുത്തത് കഞ്ചാവിട്ട ചോക്ലേറ്റ് സംഭവങ്ങളുടെയാണ്. ഇതാണ് കഞ്ചാവിട്ട ഒരു കഞ്ചാവ് കടയിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ അലമാരിയിൽ നിങ്ങൾ കാണുന്ന 100 കണക്കിന് മറ്റ് പ്രൊഡക്റ്റുകൾ. ഇത് ഞാൻ തമാശനെ കൊതിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാലും കഞ്ചാവ് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയല്ല ഉള്ളൂ. പക്ഷെ ഇത്രയേറെ എഡിബിൾ പ്രൊഡക്റ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കഞ്ചാവ് നിങ്ങൾ സ്മോക്ക് ചെയ്യുകയാണ് എങ്കിൽ 2 to 3 മിനിറ്റ്സിനുള്ളിൽ തന്നെയാണ് നമുക്ക് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാകുക, കാരണം ഇത് നേരിട്ട് ബ്രെയിനിലേക്ക് വന്നു. പക്ഷെ ഈ എഡിബിൾ ഇത് കഴിക്കുമ്പോൾ 45 to 1 hour എടുക്കും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനായിട്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, കാരണം നമ്മുടെ സിസ്റ്റത്തിലൂടെ ഇത് എത്താനായിട്ട്. അപ്പം ഈ എഡിബിൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ വരെ അതിന്റെ ആ ഒരു ഹൈ കിട്ടാനായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നതിന്റെ കാരണം, ഈ ചിത്രങ്ങളൊക്കെ കാണിച്ചത് വെറുതെ ഒരു തമാശനോ ഇതിനോ അല്ല. കഞ്ചാവ് ഇട്ട സ്മോക്ക് ഇലക്ട്രോണിക് സിഗരറ്റിന്റെ ചിത്രമാണിത്. ഇതിന്റെ ഒരു ഗുണം, അതിനെ ആ 3ാമത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സിഗരറ്റിൽ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മദ്യം ഒരു കുപ്പി എടുത്താൽ അതിൻ്റെ ആൽക്കഹോളിന്റെ പെർസെൻറ്റേജ് 48% അല്ലെ 42% എന്ന് നമുക്കറിയാം. അത് എത്ര ഇയേഴ്സ് ഓൾഡ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതും ദ ടോട്ടൽ കനാബിനോയിഡ്സ് 88.2%. അതിന്റെ പാക്കറ്റിൽ തന്നെ, അതിൽ തന്നെ ഞാൻ നേരത്തെ CBD കുറിച്ചും THC കുറിച്ചും പറഞ്ഞല്ലേ, അതിലെ THCയുടെ അളവ്, ഇതാണ് നമുക്ക് ഹൈ തരുന്നത് ഇൻടോക്സിക്കൻ എന്ന് ഞാൻ പറഞ്ഞു. THCയുടെ അളവ് 82%, CBD 0.39%. ഇനി അത് പ്രൊഡ്യൂസ് ചെയ്തത് 5/13/2025 കഴിഞ്ഞ മെയ് മാസം ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇതിന്റെ ഒരു ഗുണം അതാണ്, നമ്മൾ ഒരു രാജ്യത്ത് ഇത് ലീഗലൈസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കൃത്യമായി മദ്യം പോലെ തന്നെ അതിന്റെ മുകളിൽ ആൽക്കഹോളിന്റെ പെർസെന്റേജ് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് CBDയുടെ പെർസെന്റേജ് എത്രയാണ്, ഇതിൻ്റെ അകത്ത് THCയുടെ പെർസെന്റേജ് എത്രയാണ്, ഇത് എന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്, ഇത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് അതിന്റെ ഉപഭോക്താവിന് ഉപയോഗിക്കാൻ കഴിയും. മറിച്ച് നമ്മുടെ ഇന്ത്യയുടെ കേരളത്തിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇന്ന് MDMA എന്ന് പറഞ്ഞ സാധനം വരുന്നു, ഇല്ലീഗലാണ്. ആളുകൾക്ക് ഹൈ കിട്ടണം എന്നൊരു ചിന്തയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് ഇത് ഉപയോഗിക്കുന്നവൻ അറിയില്ല, ഇത് കൊണ്ടുവരുന്നവനും അറിയത്തില്ല, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവൻ അറിയില്ല, സപ്ലൈ ചെയ്യുന്നവനൊന്നും അറിയില്ല. അത്രയും മാരകമായ മയക്കുമരുന്നുകളാണ് ഇത് ഇല്ലീഗൽ ആയതുകൊണ്ടാണ്
ഇത് എത്തുന്നതും. അതുകൊണ്ടാണ് ഈ MDMA പോലെയുള്ള സാധനങ്ങൾ എടുത്ത് ആൾക്കാർ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന്റെ കാര്യം. ഇതിന്റെ ഒരു വ്യത്യാസം ഞാൻ പറയും, ഇത് ലീഗലൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത് ഇന്ത്യയിലാണെങ്കിലും. പക്ഷെ ഏറ്റവും കുറഞ്ഞത് ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഡീക്രിമിനലൈസ് ചെയ്യുകയെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു കുറച്ചെങ്കിലും പരിഹാരമാകും. നമുക്ക് ആളുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ഡി അഡിക്റ്റീവ് സെന്ററുകൾ വിടാനും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകും. പക്ഷെ ഇത് ഒരു ക്രിമിനൽ കുറ്റമായിരിക്കുന്നിടത്തോളം കാലം, ഇത് പിടിച്ചാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഇത് പ്രൊഹിബിറ്റ് ചെയ്താലും ഈ സാധനം നിങ്ങൾക്കറിയാവോ, സൗദി അറേബ്യയില് മയക്കുമരുന്ന് തലവെട്ടുന്ന കുറ്റകൃത്യമാണ് അല്ലെ. അവർ തലവെട്ടും, അവിടെ ആളുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സൗദി അറേബ്യയിൽ തലവെട്ട് നടക്കുന്നുമുണ്ട്. സൗദി അറേബ്യയെ കുറിച്ച് കേൾക്കുന്നത് തലവെട്ടാത്ത ഒരാളുടെയെങ്കിലും തലവെട്ടാത്ത ഒരു വെള്ളിയാഴ്ച ഇല്ല എന്നാണ്. നിങ്ങൾ തലവെട്ടിയാലും ഈ സാധനം ഉൽപ്പാദിപ്പിക്കാനും ഇത് സപ്ലൈ ചെയ്യാനും ആ റിസ്ക് എടുക്കാൻ ആളുകളുണ്ടാവും. ഇത് ഈ ലീഗലൈസ് ചെയ്ത് ഇങ്ങനെ പ്രൊഡക്റ്റ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ കണ്ടന്റ് CBDയുടെയും THCയുടെയും കണ്ടന്റുകൾ മാത്രമല്ല, അത് തരുന്ന ഒരു ഇമ്പാക്ട് പോലും ഇഫക്റ്റ് പോലും അതിന്റെ കവറുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ 3 പ്രൊഡക്റ്റുകൾ, ഒറിജിനലും അപ്ലിഫ്റ്റും ഹൈബ്രിഡും. അതിൻ്റെ ഒറിജിനൽ ഡീപ് റിലാക്സേഷൻ, അപ്ലിഫ്റ്റ് ഫോർ ഫൺ, ഹൈബ്രിഡ് ഫോർ കാമിംഗ് ഡൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതിനകത്തെ അളവുകൾ മാത്രമല്ല, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് പോലും ഇങ്ങനെ കവറിൽ തന്നെ മെൻഷൻ ചെയ്യുന്ന എഡിബിൾ പ്രൊഡക്റ്റുകൾ ഇത് ലീഗലൈസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാവും. നിങ്ങളിത് ഇല്ലീഗലായിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഈ സാധനങ്ങൾ നമ്മൾ കണ്ടു, എത്ര ലക്ഷം കിലോ കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളാണ് നമ്മളവിടെ പിടിക്കുന്നതെന്ന്. അവിടെ എത്തുന്ന ഈ മയക്കുമരുന്നുകളിൽ, ഈ MDMAയിൽ, ഈ കൊക്കയില്, അവിടെ വരുന്ന ഹെറോയിനില്, ഇതിലൊക്കെ ഉള്ള ഇത് എന്താണെന്ന് അറിയാൻ പോലും പറ്റാതെ ആളുകൾ ലഹരി കിട്ടാൻ വേണ്ടി, ഇൻടോക്സിക്കേഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എവിടെ പ്രൊഹിബിറ്റ് ചെയ്താലും ഈ പ്രൊഹിബിഷന്റെ ഒരു നിയമമുണ്ട്, അയൺ ലോ ഓഫ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും, നിങ്ങളത് പ്രൊഹിബിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പാരലൽ അണ്ടർവേൾഡ് മാർക്കറ്റ് അവിടെ ഉണ്ടാകുന്നതും അതിനെ നിയന്ത്രിക്കുന്ന ഒരു മാഫിയ രൂപം കൊള്ളുന്നു. ഇവിടെ അമേരിക്കയിൽ നമ്മളത് കണ്ടു. 1930 മുതൽ 20 മുതൽ 33 വരെയുള്ള ആ 13 വർഷം മദ്യം ഇവിടെ നിരോധിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ മൂൺഷൈൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഓരോ വീട്ടിലും ആൾക്കാർ മൂൺഷൈൻ ഉണ്ടാക്കാൻ തുടങ്ങി. മൂൺഷൈൻ എന്ന് പറഞ്ഞാൽ നല്ല വാറ്റ്. എന്താ സംഭവിച്ചത്? മദ്യം മറ്റേ ആൽക്കഹോള് വിൽക്കുന്ന അതിൽ 42% ഉള്ളൂ എങ്കിൽ ഈ മൂൺഷൈൻ എന്ന് പറഞ്ഞ ഇവിടെ ഓരോരുത്തരും ഉണ്ടാക്കുന്ന ആ മദ്യത്തില് 100% ഇത് തന്നെയായിരിക്കും. അപ്പം അതാണ് കൂടുതൽ വീര്യമുള്ള മദ്യം ഉണ്ടാക്കാൻ. അങ്ങനെയാണ് ആ ശ്രമം തന്നെ പൊളിഞ്ഞു ഇവിടെ പരാജയപ്പെടുന്നത്. ഇവിടെ അമേരിക്കയിൽ ഇത്രയും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ശക്തമായ ഈ നാട്ടിൽ അത് സാധിച്ചില്ല. നമുക്കറിയാം, ഇന്ത്യയിലാണെങ്കിലും മദ്യം നിരോധിച്ചിട്ടുള്ള സ്റ്റേറ്റുകളുണ്ട്, ഗുജറാത്തും ബീഹാറും ഒക്കെ. ഗുജറാത്തിന്റെ ഇന്നത്തെ അവസ്ഥ എത്ര അറിയാം? ഞാൻ 4 വർഷം ജീവിച്ച നാടാണ് ഗുജറാത്ത്. അഹമ്മദാബാദ് സെന്റ് സേവേഴ്സിൽ നിന്നായിരുന്നു ഞാൻ പഠിച്ചത്. എനിക്കറിയാം അഹമ്മദാബാദിലെ മദ്യം കിട്ടുന്ന ഓരോ മുക്കുമൂലയിലും. എന്ന് മാത്രമല്ല, മദ്യം നിരോധിച്ചിരിക്കുന്ന ഗുജറാത്തിൽ കേരളത്തിൽ മദ്യം കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടും. എന്താ കാരണം എന്നറിയാവോ? ഗുജറാത്തിന്റെ അടുത്ത സ്ഥലങ്ങളാണ് ദിയു, ദാമൻ കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അവിടെ ടാക്സ് ഇല്ല മദ്യത്തിന്. അവിടുന്നാണ് ഈ മദ്യം മുഴുവനും ഗുജറാത്തിലേക്ക് ഒഴുകുന്നത്. എത്രയായിരം കോടിയുടെ ബിസിനസ്സാണ് ഗുജറാത്തിലെ മദ്യക്കച്ചവടം എന്നറിയോ? മദ്യം നിരോധിച്ചിരിക്കുന്ന സ്റ്റേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ മദ്യം ലീഗലൈസ് ചെയ്യാൻ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കും താല്പര്യമില്ല. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ടിങ് എന്ന് പറയുന്നത് ഈ മദ്യലോബിയിൽ നിന്ന് വരുന്ന 100 കണക്കിന് കോടി രൂപയാണ്. കാരണം ഇത് 1000 കോടിയുടെ ബിസിനസ്സാണ്. ഇതാണ് നിങ്ങൾ മദ്യം നിരോധിച്ച ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും മദ്യം നിരോധിച്ച അമേരിക്കയിലും ഒക്കെയുള്ള നമുക്ക് പ്രൊഹിബിഷൻ കൊണ്ട്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് അതാണ്, പ്രൊഹിബിഷൻ കൊണ്ട് നമുക്ക് ഒരു സംഗതിയെ നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റില്ല. ഇനിയും ഞാൻ എൻ്റെ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന വേടന്റെ കഞ്ചാവും കെന്നഡിയുടെ കൊക്കൈനും എന്ന് പറയാൻ കാരണം, കെന്നഡിയെ നമുക്കറിയാം, നമ്മുടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ഓഫ് ഹെൽത്ത് ആണ് അല്ലെ. ഈ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. 15-ാം വയസ്സിൽ ഇദ്ദേഹത്തിന്റെ അപ്പൻ, നമുക്കറിയാം കെന്നഡിമാരുടെ ചരിത്രങ്ങളൊക്കെ നിങ്ങളോട് ഇനി ഞാനത് പറയുന്നില്ല. ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ അപ്പൻ റോബർട്ട് കെന്നഡി മരിക്കുന്നു. ഒത്തിരിയേറെ മരണങ്ങൾ സംഭവിച്ചാണ്. ഏതായാലും 15-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഹെറോയിന് അഡിക്റ്റ് ആകുന്നത്. തുടർന്ന് അങ്ങോട്ട്
14 വർഷം കൊക്കൈനും ഹെറോയിനും അഡിക്റ്റ് ആയിരുന്ന മനുഷ്യനാണ് ഈ റോബർട്ട് ജൂനിയർ കെന്നഡി. 1-2 വർഷങ്ങളല്ല, 14 വർഷങ്ങൾ. ആ മനുഷ്യൻ അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത് ഇവിടെ ഇത്രയും ശക്തമായ ഈ ഡി അഡിക്ഷൻ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടും റിഹാബിലിറ്റേഷൻ പദ്ധതികൾ ഉള്ളതുകൊണ്ടാണ്. മറിച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ തീർന്നു പോകും. പിന്നീട് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം ക്രിമിനൽ കുറ്റമാണ്. ഫ്ലൈറ്റിൽ ഇയാള് കൊക്കൈൻ അടിച്ച് ബോധം കെട്ട് വീണ് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ അവിടുന്ന് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. 14 വർഷം ഹെറോയിന്റെ അഡിക്റ്റ് ആയിരുന്നു ഈ മനുഷ്യൻ. 14 വർഷം. ആ മനുഷ്യനെ ഈ രാജ്യത്തായതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നത്. ഇത് ഈ മനുഷ്യന്റെ മാത്രം കാര്യമല്ല. ഇത് സെലിബ്രിറ്റീസ് ഹു ഡു ഡ്രഗ്സ് അമേരിക്കയിൽ. ഞാൻ എല്ലാവരുടെയും പേര് വായിച്ച സമയം കളയുന്നില്ല. അതിനകത്ത് നമുക്ക് കാണാം ഡെമി ലൊവാർഡോ, 1-2 പേരുകൾ മാത്രം. ഏറ്റവും നമുക്ക് ബ്രാഡ്ലി കൂപ്പർ, ലിൻഡ്സേ ലോഹൻ, മെർലിൻ മൺറോ. ഇവരെല്ലാം ഈ സാധനങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ അഡിക്റ്റ് ആയിരുന്നവരുടെയാണ് ഏറ്റവും ലാസ്റ്റ് കാണുന്നത് ഫേമസ് അഡിക്ട്സ്. അതിന്റെ കൂട്ടത്തില് എൽട്ടൺ ജോണിന്റെ ഒക്കെ പേരുകൾ കാണാം. ഞാൻ ആ പേരുകൾ എല്ലാത്തിലൂടെ കടന്നു പോകുന്നില്ല. ഇപ്പൊ ഇത്രയേറെ സെലിബ്രിറ്റികൾ, ഇവിടുത്തെ സെലിബ്രിറ്റികളെ എടുത്തു കഴിഞ്ഞാൽ അത് ഹോളിവുഡിലാണെങ്കിലും ഇവിടുത്തെ മ്യൂസിക്കിലും എല്ലാ രംഗങ്ങളിലും ഉള്ള സെലിബ്രിറ്റികളൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിച്ചാണ്. പക്ഷെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട്. ഇനിയും ഇവിടുത്തെ 1-2 പൊളിറ്റീഷ്യന്മാരെയും കൂടെ പെട്ടെന്ന് കാണാം. റോബർട്ട് കെന്നഡിയുടെ കാര്യം കണ്ടു. ബരാക് ഒബാമ, ഇൻ ഹിസ് മെമ്മോർ ഡ്രീംസ് ഫ്രം മൈ ഫാദർ ഒബാമ അഡ്മിറ്റഡ് യൂസിങ് മർവാന. ഈ ഒബാമ പോലും അദ്ദേഹം ഇത് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഡ്രീംസ് ഫ്രം മൈ ഫാദർ എന്നുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാലത്ത് കൊക്കൈനും ഇത് മർവാനിയൊക്കെ അടിച്ചിട്ടുള്ള ആളായിരുന്നു. ബിൽ ക്ലിന്റൺ ഇത് അടിച്ച് കോണ് തെറ്റി നടന്നിരുന്ന ഒരാളായിരുന്നു കേട്ടോ. പക്ഷെ അദ്ദേഹം അഡിക്റ്റഡ് ഒന്നും ആയിരുന്നില്ല. അഡിക്റ്റഡ് ആയിട്ടുള്ള ട്രയറഡല് ഫോർമർ US കോൺഗ്രസ്മാന് അയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. മാരിയൻ ബെറി വാഷിംഗ്ടൺ DC മേയർ ആയിരുന്ന മനുഷ്യന് അയാളെ 6 മാസം ശിക്ഷിച്ച് ജയിലിൽ വിട്ടതാണ്. തിരിച്ചു വന്നിട്ട് അയാൾ വീണ്ടും ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവരുടെയും ഇതിലേക്ക് പോകുന്നില്ല. ഇവരുടെയൊക്കെ ചരിത്രം ഇതാണ്. ഇത്രയേറെ പൊളിറ്റീഷ്യന്മാര്, കലാകാരന്മാര്, ഇവരൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഇത് ഉപയോഗിച്ചെടുത്തായിരുന്നു. പക്ഷെ ഇവർക്ക് തിരിച്ചു വരാൻ സാധിച്ചു. ഇനിയും 1-2 പ്രാഥമികമായ കാര്യങ്ങൾ പറയാം. ഈ മദ്യം ഇത് അടിച്ചു കഴിഞ്ഞാൽ ഡ്രഗ് നമ്മുടെ ശരീരത്തെ എത്ര നാൾ നിലനിൽക്കും എന്നുള്ള യൂറിൻ ടെസ്റ്റ് ആണെങ്കിൽ 4 weeks വരെ, ഹെയർ ടെസ്റ്റ് അപ് ടു 90 days വരെ ഉണ്ടാവും, ബ്ലഡ് ടെസ്റ്റ് അപ് ടു 24 hours വരെയാണ്, സലൈവ ടെസ്റ്റ് അപ് ടു 10 days ആണ്. ഇപ്പൊ ഇവിടെ അമേരിക്കയിൽ ഇത് ലീഗലൈസ്ഡ് ആണെങ്കിലും നിങ്ങൾക്കൊരു ജോലിക്ക് കയറണമെങ്കിൽ പിന്നെ ഡ്രഗ് ടെസ്റ്റ് നടത്തണം. ഡ്രഗ് ടെസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഈ സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണത്തിന്റെ ഫാക്ടർ വരുന്നത്. നിങ്ങൾക്ക് ജോലി വേണോ, നിങ്ങൾക്ക് ഇത് കഴിക്കാതിരുന്നാലേ നിങ്ങൾക്ക് ഡ്രഗ് ടെസ്റ്റിൽ നിങ്ങൾക്ക് പാസ്സായാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതേപോലെ ചില ജോലികളിൽ, ഫെഡറൽ ജോലികളിൽ ഇവർ ഇടയ്ക്ക് വന്ന് കുപ്പിയായിട്ട് വന്നിട്ട് മോനെ മൂത്രം താന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി പോകും. അങ്ങനെ ജോലി പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളൊരു ജോലിയാണ്. ഇപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ട്, പുള്ളി വെള്ളിയാഴ്ച ശനിയാഴ്ചയും മദ്യം കഴിക്കും, ഞായറാഴ്ച തൊഴിൽ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഞായറാഴ്ച വൈകിട്ട് മദ്യം കഴിച്ചാലും തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകുമ്പോൾ, തിങ്കളാഴ്ച നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിലും ഞായറാഴ്ച വൈകിട്ട് ഒരു 4 പേർക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉണ്ടാവും. അങ്ങനെ ജോലി പോയിട്ടുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച വെള്ളം അടിക്കില്ല. ഇവിടെയാണ് ഇത് ലീഗലൈസ്ഡ് ആണ് എങ്കിലും നമ്മൾ സ്വയം ആത്മനിയന്ത്രണത്തിലേക്ക് എത്തുന്നത്. അതാണ് വേണ്ടതെന്ന് പറയാനായിട്ടാണ് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയൊരു പോയിന്റും കൂടെ പറയാം. കഞ്ചാവ് നിരോധിച്ചതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കഞ്ചാവ് എന്നാണ് ഇന്ത്യയിൽ നിരോധിച്ചതെന്നറിയോ? ഇന്ത്യയിലെ കാര്യം നിൽക്കട്ടെ, അമേരിക്കയിൽ കഞ്ചാവ് നിരോധിക്കുന്നത് എന്നാണെന്നറിയാമോ? 1961 അന്നത്തെ ഇന്റർനാഷണൽ ട്രീറ്റി ഓഫ് സിംഗിൾ കൺവെൻഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിൽ 1961 കഞ്ചാവ് ഇന്ത്യയിൽ നിരോധിക്കുന്നത്. ഇന്ത്യയിൽ ഇത് നിരോധിക്കുമ്പോൾ അമേരിക്കയിൽ നിരോധിക്കുന്നത്. അന്ന് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് നിരോധിക്കാനായിട്ട്. ഇന്ത്യ നിരോധിച്ചില്ല. ഇന്ത്യ പറഞ്ഞത് എന്താണെന്നറിയാം? ഇത് നിരോധിക്കാൻ, കഞ്ചാവ് നമ്മുടെ രാജ്യത്ത് നിരോധിക്കാൻ നമുക്ക് പറ്റില്ല.
ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമാണ്. കഞ്ചാവ് പിന്നെ ശിവമൂലിയാണ്. ഇത് നിരോധിക്കാനായിട്ട് പറ്റില്ല. അതിനുശേഷം അമേരിക്കയിൽ 1961 കഞ്ചാവ് നിരോധിച്ചതെങ്കിൽ അതും കഴിഞ്ഞ് 25 വർഷങ്ങൾക്ക് ശേഷം 1985 നവംബർ 14 രാജീവ് ഗാന്ധിയുടെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ നിയമം ഉണ്ടാക്കി ഇന്ത്യയിൽ കഞ്ചാവ് നിരോധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചരിത്രത്തിൽ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് 1793 ബ്രിട്ടീഷ് ഗവൺമെന്റ് കഞ്ചാവ് ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട്, നിരോധിക്കുന്നില്ല. 1800 ചരസ് നിരോധിക്കുന്നുണ്ട്, പക്ഷെ 1824 ചരസിന്റെ നിരോധനം പിൻവലിക്കുന്നു. പിന്നീട് 1853 കഞ്ചാവ് ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട്, നിരോധിക്കുന്നില്ല. 1850 ഒരു ഇന്ത്യൻ ഹെംപ് ഡ്രഗ് കമ്മീഷൻ ആക്ട്, 7 കമ്മീഷൻ ഉണ്ടാക്കുന്നു. കഞ്ചാവിനെ കുറിച്ച്, അതിന്റെ ഉപഭോഗത്തെ കുറിച്ച് പഠിക്കാനും അതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് പഠിക്കാനും. 1854 ഈ 7 കമ്മീഷൻ സമർപ്പിക്കുന്ന 3281 പേജുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ പോലും എക്സസീവ് യൂസ് ഓഫ് കാനബീസ് ക്യാൻ ബി ഹാംഫുൾ ബട്ട് നോ ഹാം വിത്ത് മോഡറേറ്റ് യൂസ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവര് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പോലും ഒരിക്കലും ഇന്ത്യയിൽ കഞ്ചാവ് നിരോധിച്ചിരുന്നില്ല. 1961 അമേരിക്ക കഞ്ചാവ് നിരോധിക്കുമ്പോഴും ഇന്ത്യ നിരോധിച്ചിരുന്നില്ല. അതിനും 25 വർഷം ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ മൊത്തം ചില സ്റ്റേറ്റുകളിൽ നിരോധിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ മൊത്തമായിട്ട് ഈ കഞ്ചാവ് നിരോധിക്കുന്നത് 1985 നവംബർ 14 ഈ നമ്മുടെ ഒരു സ്വതന്ത്ര ചിന്തകരുടെ സമ്മേളനം ആകുമ്പോൾ ഇത്തിരി ദൈവങ്ങളെ കുറിച്ച് ഒരു വാക്കുകൂടി പറയണമെന്നുണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഈ എല്ലാ മയക്കുമരുന്നുകളും എല്ലാ ദൈവങ്ങളും മയക്കുമരുന്നിന്റെ ഉൽപ്പന്നങ്ങളാണ്. കഞ്ചാവല്ല, നല്ല ഒന്നാന്തരം. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ പൂർവികർ അടിച്ചിരുന്ന സിലോസെബിനും മെസ്കാലിനും അങ്ങനെയുള്ള ഹെറോയിനും സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇതടിച്ചവന്മാരാണ് ഈ ലോകത്തിലെ മുഴുവൻ ദൈവങ്ങളെ, 4200 മതങ്ങൾക്കുള്ള മുഴുവൻ ദൈവങ്ങളെ, മൊത്തം ഒരു 10,000-ഓളം ദൈവങ്ങളുണ്ട്. എല്ലാ ദൈവങ്ങളും, എല്ലാ പ്രവാചകന്മാരും ഇത് അടിച്ചവന്മാർ എഴുതിയുണ്ടാക്കിയ കഥകളിൽ നിന്നാണ്. ഇപ്പൊ ഒരു കക്ഷി പറയുകയാണ്, ഞാൻ ചന്ദ്രനെ അങ്ങോട്ട് വെട്ടി പിളർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറക്കുന്ന കുതിരയുടെ പുറത്ത് കയറി ശൂന്യാകാശത്ത് പോയിട്ട് അള്ളാഹുമായിട്ട് സംസാരിച്ചിരുന്ന ഒരു കക്ഷി പറയണമെങ്കിൽ അവൻ നല്ല സാധനം, കിണ്ണൻ സാധനം അടിച്ചതിൽ നിന്നാണ്. അല്ലെങ്കിൽ വേറെ ഒരു ദൈവം, ആ ദൈവത്തിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രീലങ്കയിൽ നിന്ന് ഫ്ലൈറ്റിലാണ്, വിമാനത്തിൽ ഒരുത്തം വരികയാണ്. തിരിച്ച് ആ ഭാര്യനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇയാൾ കുറെ കുരങ്ങന്മാരെ എല്ലാം കൂട്ടി കടലിലൂടെ കല്ലിടുകയാണ്. നല്ല ഒന്നാന്തരം സാധനം അടിച്ച ഒരു കക്ഷി എഴുതിയുണ്ടാക്കിയ കഥകളാണ് കേട്ടോ ഈ കഥകളെല്ലാം. വേറൊരു കക്ഷിയുണ്ട്, അയാൾ ആദ്യം കാണിച്ച അത്ഭുതം തന്നെ വെള്ളം വീഞ്ഞാക്കുന്നതാണ്. അവിടെ ആ വെള്ളം അടിച്ചു തെറിപ്പിച്ച് വീഞ്ഞാക്കി കുപ്പികളിലാക്കുന്ന സംഭവം കണ്ടല്ലോ. പിന്നെ വേറൊരു കക്ഷി, അയാളുടെ ദേഷ്യം വന്നിട്ട് മാന്റെ തല വെട്ടുകയാണ്. അവസാനം എന്നാ അവന് ജീവൻ കൊടുത്തേക്കാന്ന് പറയുമ്പോൾ ആ വെട്ടിയ തല അവിടെ തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്, അതെടുത്ത് അങ്ങ് ഫിറ്റ് ചെയ്താൽ മതി. എന്നിട്ട് വേറെ ആനയുടെ തല വെട്ടിയിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ദൈവങ്ങൾ. ഇത്തരം ദൈവങ്ങളാണെങ്കിൽ ഒരു കുറച്ച് യാഥാർത്ഥ്യ ബോധമുള്ള ഒരു കഥാപാത്രങ്ങളായിരിക്കണ്ടേ. അത് ഇല്ലാതെയുള്ള കഥാപാത്രങ്ങൾ എഴുതണമെങ്കിൽ ഇവരെല്ലാം ഈ സാധനമൊക്കെ അടിച്ചതിന്റെ തെളിവുകളാണ് നമ്മുടെ എല്ലാ ദൈവങ്ങളും. അത് ഏതെങ്കിലും ഒരു ദൈവത്തെ പറയാനായിട്ടല്ല. സോറി, ഞാൻ ദൂഷ്യഫലങ്ങളും കൂടെ പറഞ്ഞിട്ട്, അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു ടോക്ക് കേൾക്കുന്ന ഒരാൾക്ക് പകുതി വെച്ച് നിർത്തി പോയാൽ അവര് വിചാരിക്കും ഇവൻ കഞ്ചാവിനെ ഇത്രയേറെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുന്ന എന്ന്. ഞാൻ ആദ്യം പറഞ്ഞു, കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടല്ല. കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ പോലെ തന്നെ ദൂഷ്യഫലങ്ങളുണ്ട്, പക്ഷേ ലെസ് ഹാംഫുൾ. ഞാൻ വീണ്ടും വാക്ക് പറയുന്നു, മദ്യത്തെക്കാൾ ലെസ് ഹാംഫുൾ ആണ്. കൊക്കൈനെയും ഹെറോയിനേക്കാൾ ലെസ് ഹാംഫുൾ ആണ്. അത് മാത്രം പറയാനായിട്ടാണ്. പക്ഷേ ഇതിന്റെ ദൂഷ്യങ്ങളുണ്ട്, അതുകൂടി ഒന്ന് നോക്കിക്കോളൂ. കഞ്ചാവ് വലിച്ചാൽ ഡിസോറിയന്റേഷൻ ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് സ്കില്ല് പ്രശ്നം ഉണ്ടാകുന്നു, സ്ലീപ്പിനെസ് ഉണ്ടാകുന്നു. പക്ഷെ ഇതൊരു ഗുണമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം പലരും, എനിക്കറിയാവുന്ന ചില നേഴ്സുമാരൊക്കെ നേരത്തെ സ്ലീപ്പിംഗ് പില്ല് കഴിച്ചുകൊണ്ടിരുന്നവർ ഇപ്പം ജോലി കഴിഞ്ഞ് വന്നാൽ നല്ല ഉറക്കം കിട്ടാൻ ഓരോ ഗമ്മീസ് കഴിക്കുന്ന ആളുകൾ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ തന്നെയുണ്ട്. കോർഡിനേഷൻ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്, സെൻസസ് ആൾട്ടേഡ് ആവുന്നുണ്ട്, പിന്നെ ഡ്രൈ മൗത്ത് ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, നോഷിയ ഉണ്ടാകുന്നുണ്ട്. ഈ ചിലർക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ കഞ്ചാവ് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് പാൽപിറ്റേഷൻ. എല്ലാവർക്കും ഇതൊരു റിലാക്സേഷനും കാമിങ് ഇഫക്റ്റും അല്ല കേട്ടോ. ചില ആളുകൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എടുക്കാൻ പറ്റാത്തവരുണ്ട്. കാരണം ചിലവർക്ക് ഇത് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ ലഹരികളും എല്ലാവർക്കും പറ്റിയതല്ല. നിങ്ങൾ ഇനി ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ദൂഷ്യഫലങ്ങൾ കൂടി കഞ്ചാവിന് ഉണ്ടെന്ന് പറയാണ്. അത് ഞാൻ പറയാൻ കാരണം അവസാനിപ്പിക്കുകയാണ്. കഞ്ചാവ് നല്ല സാധനമൊന്നുമല്ല. പക്ഷെ നമ്മൾ മറ്റ് ലഹരികളുമായി താരതമ്യം ചെയ്താൽ, മദ്യവുമായി താരതമ്യം ചെയ്താൽ ലെസ് ഹാംഫുൾ ആണ്. ഒരിക്കൽ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാ ലഹരികളും അതിന്റെ ഉപഭോക്താക്കൾക്ക് നൈമിഷികമായ ചില ആനന്ദാനുഭൂതികൾ നൽകുമെങ്കിലും ആത്യന്തികമായി നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ജീവിതത്തെയും തന്നെ നശിപ്പിക്കുകയുള്ളൂ. എല്ലാ ലഹരികളും നിയന്ത്രിതമാകണം. ലഹരിക്കുള്ളതാവരുത് ജീവിതം, ജീവിതമാവണം ലഹരി.